സകൃതകൃതാവായ നാട്ടുകാരെ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇമെയിൽ വന്നായിരുന്നു. ഞങ്ങളുടെ പാട്ട് കേട്ട് മാത്രമാണ് ഒരു കുട്ടിക്ക് ഉറക്കം വരുന്നതെന്ന്. ഐ മീൻ അത്രത്തോളം എൻഗേജിങ് ആൻഡ് എന്റർടൈനിങ് ആൻഡ് സോ സൂത്തിങ് ആണ് നമ്മുടെ സോങ്സ്. പോകുന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് തോന്നണ രാവിലെ എഴുന്നേക്കുന്നു. അല്ല, ഞാൻ മെയിലാവും കാണിച്ചു തന്നായിരുന്നു. കൊള്ളായിരുന്നു. കണ്ടില്ലേ? നീ കണ്ടില്ല? പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാടാ. അപ്പൊ ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ള കമന്റ്സ് ഞങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് വിനു അളിയനാണ് പാട്ട് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് പാട്ട് അറിഞ്ഞൂടാ. ഓക്കെ, ഇന്നത്തെ പാട്ട് മാനത്തെ ചന്ദ്രനത്തൊരു ചന്ദ്രലേഖ എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി ബെന്നി ഇഗ്നീഷ്യസ് സംഗീതം ചെയ്ത MG ശ്രീകുമാറും മൽഗുഡി ശുഭയും ആലപിച്ച ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. അപ്പോ 5, 6, 7 ഗോ. മാനത്തെ ചന്ദ്രനത്തൊരു മണിമാളിക പണിയും ഞാൻ, അറബിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹലാലിന്റെ പൂമ്പിറ പോലെ ഹബീബി ഹബീബി കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാക്കും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ ഹബീബി ഹബീബി കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ. വെൽക്കം ബാക്ക് ടു യർഡ് എപ്പിസോഡ് ഓഫ് ഇൻലെസ് പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ. എല്ലാവരും ഓണരു. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനു. ഞാൻ അഖിൽദാസ്. ഞാൻ ശ്രീകാന്ത്. ആ പാട്ട് പാടി കഴിയുമ്പോണ്ടല്ലോ ഗൈസ്, ഞങ്ങൾക്ക് തന്നെ ഒരു മൊത്തത്തിലൊരു എനർജിയാണ്. എന്തായാലും ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരു പവർ പാക്ഡ് ആയിട്ടാണ് തുടങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ജഗദീഷിനെ കുറ്റം പറയാൻ പറ്റൂലല്ലേ? ഇല്ല, അതാണ് വൈബ്. ഇപ്പോഴാണ് നമ്മൾ പുള്ളിക്കാരന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നത്. അല്ല, പുള്ളിക്കാരൻ നന്നായിട്ട് പാടും, അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. ഈണവും മറ്റേ താളമൊക്കെ വരും. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പോഡ്കാസ്റ്റ് പവർ പാക്ഡ് ആയിട്ട് തുടങ്ങാനായിട്ട് നമുക്ക് ഇൻഡലസ് പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റുകൾ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാക്കേജ് എൻ്റെ ഓഫീസിലോട്ട് വന്നായിരുന്നു ഗൈസ്. ആ പാക്കേജ് നമുക്ക് പൊട്ടിക്കാം. പക്ഷെ അതിന് മുന്നേ ഒരു ചെറിയ കാര്യം. SB എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ 15 കൊല്ലങ്ങളായിട്ട് BEd MEd രംഗങ്ങളിൽ എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുത്തു വരുന്ന ഒരു സൂപ്പർ ഫേമാണ് ശ്രീ വെങ്കിടേശ്വര എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് ഇവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് 5 യൂണിവേഴ്സിറ്റീസിലാണ്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, പിന്നെ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഇതൊക്കെയാണ് വെൽ നോൺ ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്. അതുപോലെ തന്നെ ഇവരുടെ കോഴ്സ് എന്ന് പറയുന്നത് UGC NCT അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ജോബ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെന്റും കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിക്ക് നമുക്ക് അപ്ലൈ ആകും. അത് മാത്രമല്ല, SB എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ BEdനും MEdനും ഉള്ള അഡ്മിഷൻ ഗൈഡൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഫീ റെമിറ്റൻസ്, ടീച്ചിങ് പ്രാക്ടീസ് എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ 2020-21 അക്കാഡമിക് ഇയറിലെ കുറേ സീറ്റ്സ് ഇപ്പോഴും വേക്കൻസ് ഉണ്ട്. അപ്പോൾ ഈ സീറ്റ്സിലോട്ട് വേണമെങ്കിൽ ഇപ്പോഴും ഇത് അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് തന്നെ അല്ലെങ്കിൽ ഒരു 2 months തന്നെ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് 1 yearനകത്ത് ഈ എക്സാം പാസ്സാകാൻ പറ്റും. ഇത് റെഗുലർ 1 year സേവ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് കോവിഡ് ആയതുകൊണ്ട് ഇത് ഡിലേ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കയറുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. 1 year സേവ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് റെഗുലർ കോഴ്സാണിത്. അപ്പോൾ ഇത് റെഗുലർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമ്മുടെ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ വഴി പഠിക്കുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഇത് റെഗുലർ കോഴ്സ് തന്നെയാണ്. അപ്പോൾ റെഗുലറിൻ്റെ ഒരു വാലിഡിറ്റി അതിന് കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾ BEd അല്ലെങ്കിൽ MEd പഠിക്കാൻ ആസ്പയർ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ എങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക SB എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതായിരിക്കും. വിളിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുക. അവർ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, 15 കൊല്ലമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അഡ്മിഷൻ റെഡിയായി കൊടുത്തിട്ടുള്ള ഒരു ഫേമാണ് SB എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അപ്പോൾ വൺസ് അഗൈൻ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. നമുക്കിനി നമുക്കിനി അൺബോക്സിംഗിലേക്ക് കടക്കാൻ സുഹൃത്തുക്കളെ. ഓക്കെ, പേര് ആക്ച്വൽ വെയിറ്റ്.
ഓ 1500 രൂപ ആയി കേട്ടോ ഷിപ്മെന്റ്. ടോട്ടൽ ഷിപ്മെന്റ് എമൗണ്ട് ₹1500. ഇന്ത്യ എന്തോ എവിടെ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞൂടാ. ഇത് എവിടെ നിന്നാണ് വന്നതെന്നില്ല കൈസ്, ആരാണ് തന്നതെന്നുമില്ല. അപ്പൊ ഇത് ആരാണ് തന്നതെങ്കിലും താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും തന്നതാവും. ഒരു 2000 കമന്റ്സ്. ഓ ഷർട്ട് തൊപ്പി അല്ല തൊപ്പി ഒന്ന് തൊപ്പി ഓ ഇത് എത്ര തൊപ്പിയാടാ ഇത്? 1 തൊപ്പി, 2 തൊപ്പി, 3 തൊപ്പി. എടാ ഇത് എല്ലാവരുടെയും ഇതിന്റെ ഉള്ള തൊപ്പിയാണടാ. എന്തൊരു തൊപ്പി? ഇത് ഉല്ലാസിനുള്ളതാണ്, എഡിറ്റിംഗ് സിംഹോന്ന്. ഓ പൊളി. അപ്പൊ ഞാൻ എടുക്കണില്ലടാ. ഓടാ അത് കിടില സാധനം കേട്ടോടാ, ഞാൻ കാണിച്ചു തരാവേ. ബാക്കില് നമ്മുടെ ഇതുണ്ട്, പേരുണ്ടോ? നമ്മുടെ ഫോട്ടോ ഉണ്ട്. കൊള്ളാടാ. ഇതില് എഡിറ്റിംഗ് സിംഹം, എന്നിട്ട് ഒരു ക്യാമറയും ഒരു സിംഹം ഉണ്ട്. 2 സിംഹം, ഒരു സിംഹം ഉണ്ട്. പിന്നെ ബാക്കില് @ഉല്ലാസ് ഓൺലൈൻ നമ്മുടെ സാധനങ്ങളൊക്കെ. പൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉല്ലാസ് വയ്ക്കും. എഡിറ്റിംഗ് സിംഹം പ്ലീസ്. എഡിറ്റിംഗ് സിംഹം കേറി വന്ന് വാങ്ങിച്ചോ. വാങ്ങിച്ച് വെച്ചിട്ട് ഇനി ഇതും വെച്ചോണ്ടേ പോളൂ കേട്ടോ. ഇത് എന്റർടൈനർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ശ്രീകാന്തിനാണ് കൊടുക്കുന്നത്. ചളിയും കൂടെ ചേർക്കാം. അത് വേണ്ട. ശ്രീകാന്തിന് സമ്മാനം. ഓക്കെ, അടുത്തത് ഡ്രീമർ എന്നുള്ള ഒരു തൊപ്പിയാണ് സുഹൃത്തുക്കളെ. അതെനിക്കായിരിക്കും, ഞാനാണ് ഡ്രീമർ. നീ എപ്പോഴും കിടന്ന് ഉറങ്ങുന്നുണ്ടോ? അല്ലേ, കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നോണ്ടായിരിക്കും. ഓ എന്റെ മോനെ പൊളിയടാ, കൊള്ളാം. നോക്കടാ, ഡ്രീമർ @കാർത്തിക് സൂര്യ വ്ളോഗ്സ് പോഡ്കാസ്റ്റിന്റെ ഇതൊക്കെ ഉണ്ട്. ഓ അടുത്ത തെറ്റിപ്പോയടാ, ഇന്റലക്ച്വൽ എന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷെ വിനുവിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവന് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതാർക്കടാ? എന്നിട്ട് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടല്ലോ, ഇതാർക്കാ വന്നേക്കുന്നത്? 2 എനിക്ക്. എന്ത് 2 തലയുണ്ടോ? സ്റ്റോറി ടെല്ലർ അല്ല നിനക്ക്. ഓ അഖിൽദാസിന്റെ സ്റ്റോറി ടെല്ലർ പൊളി. ഓ എന്റെ മോനെ, എടാ ഇത് നിന്റെ പട്ടിക്കുട്ടിയുടെ കഥ കേട്ടാണ്. ഓടാ, പക്ഷെ താങ്ക് യു സോ മച്ച് മുത്തേ. ഇത് ആരാണ് അയച്ചതെന്ന് പറഞ്ഞത് നമുക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാം. ശരിയാണ്. ആ ബില്ലിലൊന്നുമില്ല. ബില്ലിലൊന്നുമില്ലടാ, ഞാൻ നോക്കി. കൊള്ളാം കൊള്ളാടാ. ഓ സൂപ്പർടാ. ഡ്രീമർ എന്നൊക്കെ എഴുതിയിട്ട് D2D ലോഗോ ഒക്കെ ഉണ്ട്. ആരെന്നൂടെ പറയായിരുന്നു കേട്ടോ. ഇത്രയും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഈ ഹാർഡ് വർക്ക് ചെയ്ത ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് അക്കരെ. ലവ് യു. നിങ്ങളും കൊടുത്തു ഓരോ. ഓക്കെ, അപ്പോ അൺബോക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാൻ സുഹൃത്തുക്കളെ. അൺബോക്സിംഗ് എന്ന് പറഞ്ഞപ്പോ തന്നെ എന്താ ദാസം നിനക്ക് ആദ്യം ഓർമ്മ വന്നത്? ഡൂഡ് ഈ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഏറി കയറി പോണ ഞാൻ കണ്ടായിരുന്നു. ഒരു മീം മെറ്റീരിയൽ. ഒരു മീമായിരുന്നു, ഏറി കയറിയില്ല, മീമായി പോയായിരുന്നു. ഏറല്ല, അത് മീമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇങ്ങനെ FB ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഏതോ ഒരു ഞാൻ വിചാരിച്ച കോമഡിക്ക് എന്തെങ്കിലും ചെയ്തു, അല്ലാതെ വെറുതെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യണല്ല എന്നും പറഞ്ഞിട്ട്. എന്തായാലും അതെല്ലാം മീമുകാരും എടുത്ത് ആഘോഷിക്കും. മീമുകാരെടുത്ത് അലക്കണം. കുറച്ച് എങ്കിലും ഏജ്ഡ് ആയിട്ടുള്ള 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡൂഡിനോട് ഇപ്പം ഭയങ്കര ഒരു ഇതാണ്. എന്താണെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അല്ല, ഈ സംഭവം പുള്ളിക്കാരന് വരുന്ന ഹേറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. പ്രധാനമായിട്ട് ഒരു ആംബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു കുറച്ചൊരു നല്ല സർക്കാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും എന്താ കുറച്ച് ഓവറാണ്. ശ്രീകാന്ത് വെറും വേട്ടാവളിയനാണ്. എടാ എനിക്ക് ശരിക്കും പറഞ്ഞത് കോമഡി ആയിട്ടാണ് ചിരിച്ചു കണ്ടപ്പോ ചിരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സർക്കാസം ഉണ്ട് നല്ല അവന് ഈ ഒരു പ്രായത്തില്. സത്യം, ആ ഒരു പ്രായത്തില് കണ്ണടക്കണം എങ്ങനെയെന്നൊക്കെ പറയും. അല്ല, അത് ആദ്യമൊക്കെ ഇട്ടത്. എന്നിട്ട് അവൻ ഇപ്പൊ എന്തോ ഒരു സീരീസ് അങ്ങോട്ട് ചെയ്തേട്ടാ, ഈ അൺബോക്സിംഗ് ഡ്യൂഡിനെ വെച്ച്. എന്തോന്ന് അതിന്റെ പേര്, ലോക്ഡ് ഗോട്ട് അങ്ങനെ എന്തോ ഗോഡെന്നുണ്ട്. ഗോട്ട് എന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അത് വെച്ച് ആക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പൊ നല്ല തലയുണ്ട്. കൊള്ളാം, പയ്യൻ നൈസാണ്. കുറച്ചുകൂടെ വളർന്നൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട്. പക്ഷേ ഇവനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് താറടിച്ചളഞ്ഞതുപോലെ തോന്നി. എനിക്ക് തോന്നടാ അവന്റെ ഉള്ളിലുള്ള അമർഷമായിരിക്കും അവ ഈ വീഡിയോയിലൂടെ പുറത്ത് കാണിച്ചത്.
എന്നെങ്കിലും നമ്മുടെ അടുത്ത് അമർഷം വരുമെന്ന് അറിഞ്ഞൂടാ. അതിൽ പറയാനുണ്ട്. അവന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അല്ല അൻബോസിന്റെ കൂടിനും വലിയ പ്രായമായി. 19 ഇപ്പൊ 20 കാണും. 20 കാണും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 19, അപ്പൊ ഇപ്പൊ 20 കാണും. അതൊന്നൊരു പ്രായമല്ല. ഒരു കണ്ടന്റ് മേക്ക് ചെയ്ത് ഇടുന്നു. എടാ എന്താ പറയാ, ഡൂഡിനെ എനിക്ക് നേരിട്ട് വരും. ഡൂഡിനെ അറിയാം, ഡൂഡി അറിയാം, സാലിനെ അറിയാം, സാലിഹേനെ അറിയാം. രണ്ടുപേരും നേരിട്ട് കാണുമ്പോഴത്തേക്കും ഈ വ്ളോഗ് കാണുന്ന കണക്കല്ല, കുറച്ച് എന്താ പറയാ ഡൗൺ ആണ്. അല്ല നോർമലി ഉള്ള സീനാണ് അത്. ഏത് വ്ളോഗർ ആയാലും ലൈഫ് സ്റ്റൈൽ വ്ളോഗർ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അവരുടെ വ്ളോഗിങ് ബിഹേവിയറിന് കുറച്ച് ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എപ്പോഴും ഹൈപ്പറായിട്ട് നിൽക്കാൻ പറ്റില്ല റിയൽ ലൈഫിൽ. പക്ഷെ നല്ല പിള്ളേർ തന്നെയുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് പേഴ്സണലായിട്ട് പ്രശ്നം വേണമെന്നുള്ളവർ കണ്ടാൽ മതി. ആണ് വേണമെന്നുള്ളവർ കണ്ടാൽ മതി. അവനെ അങ്ങനെ എടുത്തിട്ട് ഒന്നും ഇടുന്നില്ല. അത് അവര് എന്താ കുറച്ചുകൂടെ യങ്ങർ ഓഡിയൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നു. പിന്നീട് ഒരു മാസത്തിൽ 30 വീഡിയോ, അതും കൺസിസ്റ്റന്റ് ആയിട്ടൊരു വ്യൂവർ ബേസിനെ കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് എന്റർടൈനിങ് ആയോണ്ടല്ലേ ഇത് ഇത്ര ഇങ്ങനെ പോകുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ലടാ. അത് പ്രൊവൈഡഡ് ഓക്കെ ഫൈൻ, അവർ ചെയ്യുന്നത് അത്രയ്ക്ക് ഭയങ്കര എഡിറ്റിങ്ങോ അല്ലെങ്കിൽ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളല്ല. പക്ഷേ അത് കാണാൻ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളിടത്തോളം കാലം അങ്ങനെയുള്ള 3 മില്യൺ ഉണ്ട്, 3 മില്യൺ എന്തോ സബ്സ്ക്രൈബർ ഉണ്ട്. അത് ചില്ലറ കാര്യം അല്ല, വേണമെന്നുള്ളവർ കണ്ടാൽ മതി. പിന്നെ ടോക്സിക് ആയിട്ടൊന്നും അവർ പറയാനില്ലല്ലോ. ടോക്സിക് ആയിട്ടുള്ളതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് കോപ്പേടി സാധനം എന്നാണ് എല്ലാം പറയുന്നത്. അത് ഞാൻ കുറച്ച് കണ്ട് മോ വ്ളോഗ്സിന്റെ ഇതാണെന്നും പറഞ്ഞ് കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡൂഡ് ചിലപ്പം എങ്ങാണ്ടായിരിക്കും അത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ആ ഒരു എന്താ പറയാ ഒരു പ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അവന്റെ മറ്റവന്റെ വീഡിയോ കൊണ്ട് ചില എന്തായാലും ചൊറിയായിരുന്നു. അതെന്തായാലും ചൊറിഞ്ഞു വന്ന് ആ ഇതില് സംസാരിച്ചാണ് ആ ഒരു ഹൈപ്പ്. പിന്നെ അവനെതിരെടാ ഈ ഒരുപാട് യങ് ഓഡിയൻസ് തന്നെ ഈ, കാരണം ഇവനെതിരെ നെഗറ്റീവ് പറയുമ്പോൾ അതിന് വ്യൂസ് ഉണ്ട്. വ്യൂസ് ഉണ്ടപ്പം ആ പിള്ളേരും കൂടെ അങ്ങനെയുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യും. വ്യൂസ് വരെയല്ലേ, നമുക്ക് രണ്ടെണ്ണം ചൊറിഞ്ഞു നോക്കാം. ചൊറിയുമ്പോഴത്തേക്കും എപ്പോഴും ഒരാൾ എത്രയെന്ന് പറഞ്ഞാ ചൊറിയായിട്ടോണ്ടിരിക്കുന്നത്. ഈ പയ്യൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ സബ്സ്ക്രൈബർ ആയിരുന്നു. പക്ഷെ ഒരുപാട് പേര് ഒരു ഡൂഡിനെതിരെ കുറച്ച് പേരുണ്ട് ഈ കണ്ടന്റ് മേക്ക് ചെയ്യണതേ. ഒരു ദിവസം ഇങ്ങനെ പ്രാങ്ക് എന്നും പറഞ്ഞ് അത് ഉള്ളത് തന്നെ. ഇടയ്ക്ക് വെച്ച് അവ എന്തോ ഒരു ബിരിയാണിയിൽ എന്തോ പാറ്റ എങ്ങാണ്ട് വെച്ച് പ്രാങ്ക് ചെയ്ത്, അപ്പൊ അതിൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് വന്നായിരുന്നു. അങ്ങനെ ഒരു കുറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുവാടാ നെഗറ്റീവ് ആണ്. ഫുക്രു ഇല്ലേ, ഫുക്രു പറഞ്ഞിട്ടില്ലേ, എൻ്റെ നോർമലായിട്ട് പോകുന്നൊരു വീഡിയോയിലാണെങ്കിൽ ഹെയ്റ്റ് വരില്ല, എല്ലാം നോർമലായിട്ട് കമൻറ്റ് വരും. എന്നാൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാവുമല്ലോ, അപ്പോൾ അതിനകത്ത് കടന്നു കൂടെ എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഹേറ്റേഴ്സിനെ കൊണ്ടങ്ങ് ഫീൽ. അത് നമ്മളെ വീഡിയോയിലും നിന്റെ വ്ളോഗിലും വരുമല്ലോ, ഒരുപാട് വ്യൂസ് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓക്കെ പുറത്തുള്ള ആൾക്കാർ കണ്ടു തുടങ്ങി. അപ്പോഴും വിചാരിക്കാനുള്ളത് നല്ല സന്തോഷമാണ് വരാനുള്ളത്, നല്ല വീഡിയോ ആണ്. പുറത്ത് പോയി സ്ഥിരം കാണുന്നവരല്ലാതെ പുതിയതായിട്ടുള്ള ആൾക്കാർ കാണുന്നു. ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ അവനെ എടുത്തിട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ശരിയാണ് നീ പറഞ്ഞ ടോക്സിക് ആയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അവൻ. ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് അവൻ്റെ ഒരു ഈ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ, മറ്റേ ഇങ്ങനെ പൊളിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ മുട്ടായി ഒരു സൈഡിൽ കിൻഡർ ജോയ് ഒരു 19 കിൻഡർ ജോയ് എടുത്ത് വെച്ചിട്ട് അൺബോക്സ് സംഭവം യുഎസിലെ അൺബോക്സിംഗ് ടോയ്സ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ട ഒരു ഇൻട്രസ്റ്റും തോന്നൂല. ഞാൻ പക്ഷേ വീഡിയോ മൊത്തം കണ്ടായിരുന്നേ. അല്ല അങ്ങനെയല്ല, നമുക്ക് ഇതൊന്നും കണ്ട ഇൻട്രസ്റ്റ് അത് എന്താണെന്ന് അറിയണമല്ലോടാ, അതാണ് ഇൻട്രസ്റ്റ്. അല്ലേ ഞാൻ ഒരു തന്നെ 2 കിൻഡർ ജോയ് ഇല്ലടാ, ഒരു ക്രിയേറ്റർ എന്ന സ്ഥിതിക്ക് ഒരു വീഡിയോക്ക് വ്യൂ കൂടുമ്പോൾ ഞാൻ ആലോചിക്കും വൈ എന്നിട്ട് ഇങ്ങനെ കണ്ടപ്പോഴാണ് കാര്യം ആലോചിച്ചത്. നമ്മളിപ്പോൾ ഒരു കാറിന്റെ ലോഞ്ച് കാണുന്നതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല വെഹിക്കിൾസിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനെ കുറിച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കുന്നില്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഈ കിൻഡർ ജോയ് ഒക്കെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു മുട്ടായി കണ്ട, അപ്പോൾ അത് ഇഷ്ടമുള്ള എന്തുമാത്രം പിള്ളേർ കാണും ഇല്ലേ? യങ് ഓഡിയൻസ് ബേസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവോടാ. അപ്പൊ അവരിരുന്ന് കാണും. കിൻഡർ ജോയ് കഴിക്കണ ഒരു അത്രയും ചെറിയ പിള്ളേരല്ലേ? ചെറിയ പിള്ളേരൊന്നും അല്ല. എനിക്ക് പണ്ട്, ഇപ്പഴല്ല, ഐ മീൻ പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമല്ല. പണ്ടൊക്കെ ഈ മുട്ടയിരകത്ത സാധനമൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ അവന്മാരുടെ മാർക്കറ്റിങ്ങും അകത്ത് എന്തെങ്കിലും സാധനം കാണും സർപ്രൈസിങ് ആയിട്ട്. പണ്ട് നമ്മൾ ചീറ്റോസ് ആ പ്രായത്തില്
നമ്മുടെ ആ ഒരു ഏജിൽ ഒരാൾ ഇരുന്നിട്ട് ചീറ്റോസ് അൺബോക്സ് ചെയ്യണ വീഡിയോ കാണിച്ചിട്ട് അതിനകത്ത് നിന്നുള്ള ടാസോയും മറ്റേ ജിങ്ക കാർഡും അത് ഒരു വേറൊരു ലൈഫാണ്. കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ എടാ അവന് മറ്റേ കാർഡ് കിട്ടിയിടാ അതാണ് അവരും കാണിക്കണത്. അവര് ഓരോന്ന് അൺബോക്സ് ചെയ്തിട്ട് അവർക്ക് ഈ കാർഡ് ചീറ്റോസ് ഉണ്ടോ? ചീറ്റോസ് ഒക്കെ ഉണ്ട്. ചീറ്റോസ് ഉണ്ട്. കാർഡ് കിട്ടും. കാർഡ് കിട്ടൂല. ചീറ്റോസ് ഉണ്ട്. വേൾഡ് വൈഡ് ബ്രാൻഡ്. എടാ അപ്പൊ അതേ സൈക്കോളജിയാണ് ഇപ്പോഴും വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന എടാ ഇവൻ ഇപ്പൊ ഇത് കീപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും അവന്റെ കണ്ടന്റ് മെച്ചുവർ ആവുമായിരിക്കും. കാരണം അവന്റെ തന്നെ ഒരു തിങ്കിങ് മാറി വരുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. ഈ കാർഡ് കളക്ഷൻ ഒക്കെ ഇല്ലേ, ഈ കാർഡ് കളക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അല്ലെ വലിയ വലിയ വയസ്സായ ആൾക്കാരും ചെയ്യാറുണ്ട്. അതിന് ഇബേയിലൊക്കെ തന്നെ ഭയങ്കര പൈസ അവന്റെ ബിഡ് ചെയ്തൊക്കെ വാങ്ങിക്കും. ആക്ഷൻ കാർഡ് വാങ്ങിക്കും. പക്ഷെ ഈ പോക്കിമോന്റെ കാർഡുണ്ട്, അത് റെയർ ഒക്കെ ആയിട്ടാണ് ഈ കിട്ടുന്നത്. മറ്റേ ശലമാൻഡർ, സാലമാൻഡർ, അതൊക്കെ ഭയങ്കര ചാരസാഡ്, പിക്കാച്ചു. അപ്പൊ അതൊക്കെ കാർഡ് ശേഖരിക്കുന്ന സംഭവം. നമ്മളെ കുട്ടിക്കാലത്ത് ഏറ്റവും നമ്മൾ കാണുന്നതൊക്കെ റെസ്ലിംഗ് ആണ്. റെസ്ലിംഗ് കാർഡ്സ് ആ ഒരു ക്രിക്കറ്റിന്റെ കാർഡ്സ് ഉണ്ടായിരുന്നു. റെസ്ലിംഗ് കാർഡ് വാങ്ങി, പിന്നെ ക്രിക്കറ്റ് കാർഡ് കളിക്കുമായിരുന്നു നമ്മള്. ക്രിക്കറ്റ് കാർഡ് അന്നൊക്കെ ഭയങ്കര അത് അറിഞ്ഞുകൂടായിരുന്നു അന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. അല്ല, ഇത് സ്ക്രിപ്റ്റഡ് ആണോടാ? റെസ്ലിംഗ് സ്ക്രിപ്റ്റഡ് അല്ല, ഇവന്റെ ഈ വീഡിയോസ് പോസിബിളി സ്ക്രിപ്റ്റഡ് ആണ്. കാരണം അല്ലടാ എന്നും 30 ദിവസം ആളെ പറ്റിക്കാൻ പറ്റും. ഞാനും ആലോചിക്കണം. അപ്പൊ കൊറേയൊക്കെ അത് സ്റ്റേജ്ഡ് ആണ്. പക്ഷെ എടാ അത് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണ്. അത് ഫോറിനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രാങ്കും സ്റ്റേജ്ഡ് സാധനങ്ങളാണ്. പക്ഷെ അത് കാണുന്നില്ല ആൾക്കാർ. കണ്ടു ഇതെന്തൊരു ഉടായ്പാണെന്ന് പറഞ്ഞാൽ കാണും ആൾക്കാർ ഇരുന്നിട്ട്. എന്തോ ഒരു ഉടായ്പ പ്രാങ്ക്. നോർത്ത് ഇന്ത്യയിലെ ചില, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ, ചില പ്രാങ്കുകളുണ്ട്. അത് ക്രിയേറ്റ് അല്ലടാ, പൊളക്കേലും അടി കൊടുക്കണം. വഴിയെ പോണ അപ്പൂപ്പന്മാരെയൊക്കെ ചൊറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഇവന്മാർ ഒന്നീ കല്ലൊക്കെ പറക്കി എറിയാം, അല്ലെങ്കിൽ ചെരുപ്പൊക്കെ എടുത്ത് വളർത്തി അടിച്ചു കൊടുക്കൂടാ. പിന്നെ അവൻ പുതിയ വണ്ടി എടുത്തില്ലായിരുന്നു ഈ ഇടയ്ക്ക്, മിനി കൂപ്പർ. അപ്പൊ അതെല്ലാം കണ്ടന്റിന്റെ ഭാഗമാണ്. ഡെയിലി വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്തുമാത്രം ആലോചിക്കണമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ദിവസം ഒരു കണ്ടന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യണം. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ അതിനുള്ള തംബ്നെയിൽ, ടൈറ്റിൽ എല്ലാം ഓർത്തെടുക്കണം. അപ്പം അത് പെർ ഡേ അവൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഇത് മുടക്കം വന്നിട്ടില്ലല്ലേ? വളരെ കുറച്ചേ മുടക്കം വന്നിട്ടുള്ളൂ. വലിയ കാര്യമാണ് അതൊക്കെ. പക്ഷെ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെയിലി ഇടണ്ടേ? അപ്പം ഡെയിലി ഇടുമ്പോ അത് ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എത്രത്തോളം ക്രിയേറ്റീവ് ആവണ്ടെന്നുള്ളത്. അപ്പോൾ ചില ക്രിയേറ്റീവായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വിഷമം തോന്നി കാണും. അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തിട്ട് അവരിത്രയും ക്രിയേറ്റീവായിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് അവരുടെ അത്ര റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം കാണും. അതിന്റെ പേരിലായിരിക്കും ഇങ്ങനെയൊക്കെ റിയാക്ഷൻ വരുന്നത്. ഡെയിലി എന്ത് സാധനവും ഡെയിലി ആയിപ്പോയ ഒരു ക്വാളിറ്റി എന്തായാലും ഒരു കുറയും. പക്ഷേ നമ്മുടെ ഡെയിലി ആയിപ്പോയ ക്വാളിറ്റി കുറയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇങ്ങേരില്ലേ കേസി നൈസ്റ്റാറ്റ്, അയാള് പക്ഷേ ഇങ്ങനെ ഡെയിലി ലൈഫ് സ്പോയിലായിരുന്നു. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫാമിലി ലൈഫ് ബാക്ക് ഓൺ ട്രാക്ക് ആക്കാനായിട്ട് കപ്പിൾസ് തെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി വ്ളോഗിങ് നിർത്തി, ന്യൂയോർക്കിലെ കരിയർ വിട്ടു കുറച്ച് നാൾ. കാരണം ഫാമിലി ലൈഫ് പ്രധാനമല്ല. 2 കുട്ടികളുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളി 3 പിള്ളേരുണ്ടല്ലേ ഇപ്പം? 3 പിള്ളേരായി. നാൻസി എന്നല്ലേ പേര് ഭാര്യയുടെ? നാൻസി അല്ല, മാക്സി. എന്തോ. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിൽ റിട്ടയർ ചെയ്ത് ഇപ്പോൾ അവിടെ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പം എന്ന് നോക്കിയാലും മറ്റേ സർഫിങ്ങിന് പോകുന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ട് വരുന്നതാണ്. പുള്ളി ഇപ്പോൾ ചില്ലി നടക്കുകയാണ്. കാരണം പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇത് പുള്ളിയുടെ മെന്റൽ സ്റ്റേറ്റിന്. കാരണം പുള്ളി പറഞ്ഞില്ല, അത് അങ്ങേര് ഒരു ദിവസം ഓരോ വീഡിയോ ഇടുമെങ്കിലും അതിന് നല്ല നല്ലതായിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് അയാൾ ഇടുന്നത്. അപ്പൊ അതിന് നല്ല എഫേർട്ടുണ്ട്. സ്ട്രെസ് 4-5 മണിക്കൂർ മിനിമം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കും. പിന്നെ കുറെ എഫേർട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഒരു അതെല്ലാം അങ്ങേര് ഒറ്റയ്ക്കാണ് മണിക്കൂർ എടുക്കും. ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. കാര്യം പുറത്തുള്ള ആളിന് അയാൾക്ക് അത്ര അയാളുടെ കംഫർട്ട് സോണിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അയാൾ ലൈഫ് സ്റ്റൈലല്ലേ ചെയ്യണേ. ഇത് പ്രാങ്കും കൂടെ ഇത് ലൈഫ് സ്റ്റൈൽ ആണ് ഓൾമോസ്റ്റ് പറഞ്ഞത്. എനിക്ക് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ആണ്, ഇത് തന്നെയാണ് അവന്റെ ലൈഫ് സ്റ്റൈൽ. അവന്റെ ലൈഫ് അവൻ കാണിക്കുന്നു. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആയത് കോമഡി ആയിരുന്നു.
പക്ഷെ ഇത് പറഞ്ഞ ഇത്തിരി കടുത്തുപോയി. മറ്റേ ഇത് കണ്ടന്റ് കിങ്. പക്ഷെ നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്ന് അറിയില്ല. ഇപ്പം ബാക്കിയുള്ളവരെ താഴ്ത്തി ഹേറ്റേഴ്സിനെ അഭിസംബോധന ചെയ്താണ് പറയുന്നതെങ്കിലും അതൊരു ജനറൽ കാറ്റഗറൈസേഷൻ പോലെ തോന്നും. അതിൽ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടടാ, അതായത് ഒരു വണ്ടിയിൽ അത് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു യാത്ര പോയിട്ട് ഇടുന്നതല്ല കണ്ടന്റ്. അങ്ങനെ അതാണ് നിങ്ങൾക്ക് കണ്ടന്റ്. അങ്ങനെ ഒരു സംഭവമാണ്. ട്രാവൽ ചെയ്യണവർക്ക് കുറച്ച് എഫേർട്ട് ഉണ്ട്. എഫേർട്ട് ഉണ്ടെന്ന്, നല്ല എഫേർട്ട് ഉണ്ട്. എടാ ഈ റൂമിന്റെ അകത്തിരുന്ന് ഗെയിം കളിക്കുന്നില്ലേ, അത് എന്റർടൈനിങ് ആക്കാൻ തന്നെ നല്ല എഫേർട്ട് ഉണ്ട്. കണ്ണന്റെ ചില വീഡിയോസിലൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നു. അവന്റെ ലാസ്റ്റ് പബ്ജിയിൽ അത് സൂപ്പർ ആയിരുന്നു. സൂപ്പർ സംഭവമായിരുന്നു. അവസാനം പബ്ജി നിർത്തണേന്റെ അന്ന് ലാസ്റ്റ് മറ്റേ അവൻ കുറച്ച് അവന്റെ കമ്പനി പയ്യന്മാരൊക്കെ കൂടെയാണ് പോയത്. എന്നെ കൊന്നോളൂ എന്നൊക്കെ പറഞ്ഞു വീരമൃത്തിയുടെ നല്ല രസമുണ്ടായിരുന്നു. ഫെയർവെൽ മാച്ച് പോലെയായിരുന്നു അത്. അതും എന്റർടൈനിങ് ആക്കുന്ന ആൾക്കാരുണ്ട്. എടാ ഒന്നും അങ്ങനെ കുറച്ച് കാണാൻ പാടില്ല. ഡെയിലി വീഡിയോ ഇടുന്ന വേറൊരാളെ പറഞ്ഞുതരാം, പ്യൂഡിഫൈ. അതിന് പക്ഷെ എഡിറ്റർ അല്ല, ഇപ്പൊ എഡിറ്റർ ഉണ്ട്, പക്ഷെ എന്നാലും എന്റർടൈനിങ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ പോകുന്നില്ല. എടാ പിന്നെ ഡെയിലി വീഡിയോ ഇടുന്ന വേറെ ആരുണ്ടാ. ഇടയ്ക്ക് വെച്ചിട്ട് പണ്ട് ഈ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ബോയ് ഫ്രണ്ട് വേഴ്സസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നു. അവര് വർഷങ്ങളോളം വീഡിയോസ് ഇട്ട് ഡെയിലി വ്ളോഗ് ചെയ്യുമായിരുന്നു. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരുന്നു. ഒരു 7 വർഷം സംതിങ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് 1 കോടി സബ്സ്ക്രൈബേഴ്സ് അങ്ങാണ്ട്, 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ വ്യൂസ് ഭയങ്കര കുറവാണ്. ഒരു 60,000-70,000 സംതിങ് ആയുള്ളൂ. കാരണം അവർ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് അവർ ക്രിയേറ്റീവ്ലി ഡെഡായി. അത് കഴിഞ്ഞ് പിന്നെ അവർ ബ്രേക്കപ്പ് ആയി, 2 ചാനലായി. പിന്നെ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയി. മെയിൻ ചാനൽ എന്ത് ചെയ്തു? എന്തോടാ മെയിൻ ചാനല് ബോയ് ഫ്രണ്ട് വേഴ്സസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ചാനല് ആ പെണ്ണിനും കിട്ടി. വേറൊരു ചാനൽ ഇവർ ഇതിന്റെ സൈഡ് ബൈ സൈഡ് ഒരു സെക്കൻഡറി ചാനലായിട്ട് തുടങ്ങിയായിരുന്നു, ജെസ്സി, ആ പയ്യന്റെ വിൽപ്പത്ര എഴുതിയാടെ കൊടുത്തു. ആദ്യമേ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. എന്നിട്ട് മറ്റേ പുള്ളിക്കാരന്റെ പേരിലും പോയി. 2 പേരും ഒരു സമയത്ത് പീക്കിൽ നിന്ന്. അവരാണ് ശരിക്കും പറഞ്ഞ ഈ കപ്പിൾസ് അങ്ങോട്ടും കൊണ്ട് പ്രാങ്ക് ചെയ്യുമല്ലോ, ഹെവി പ്രാങ്കുകളായിരുന്നു അവരുടേത്. സത്യം പറഞ്ഞാൽ ശരിക്കും പ്രാങ്ക് ചെയ്യണതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഉള്ളതാണെന്ന് അറിയില്ല. പക്ഷെ BF വേഴ്സസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അന്നത്തെ സമയത്ത്. പിന്നെ നമ്മള് സുജിത് ഭക്തൻ ഡെയിലി വീഡിയോ ഇടുമായിരുന്നല്ലോ മുമ്പ്. പക്ഷെ ഇപ്പം ഇതൊന്നും വരണില്ല. മറ്റേ മുമ്പ് യൂട്യൂബ് ഇടുമ്പോഴത്തേക്കും റെക്കമെൻഡേഷൻ വരുമായിരുന്നു, നമ്മൾ കയറി കാണും. ഇപ്പം കുറെ നാളായിട്ട് മാൽദീവ്സിലെ വീഡിയോ ഒക്കെ നല്ല വീഡിയോ. അല്ല, അത് എഫേർട്ട് എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടേത് വലിയ എഡിറ്റിംഗ് അങ്ങനെ സംഭവം പറയില്ല. പക്ഷെ എന്നാലും ഈ പ്രസന്റേഷൻ സംസാരിക്കും, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര ഒരു കാര്യം. നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ പോയതുപോലെ മീൻസ് നല്ലോണം പറഞ്ഞു തരും. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എങ്ങനെ പോകണം, എങ്ങനെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും. ഞാനൊരു മൂകാംബിക ചേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മെങ്കിലും എടുത്ത് നോക്കി എങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഭയങ്കര എളുപ്പമാണ്. അത് കാരണം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ വേറെ ഡെയിലി വീഡിയോ ഇടുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ കേരളത്തില്? ഈബിൾ ജെറ്റ് ഇടയ്ക്ക് അവരുടെ ട്രാവൽ ചെയ്തുകൊണ്ട സമയത്ത് ഡെയിലി വീഡിയോസ് ആയിരുന്നു അവർ 9 മണിക്ക്. അത് നല്ല എഫേർട്ടായിരുന്നു. പിന്നെ ട്രാവൽ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് നൈറ്റ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറുണ്ട്. എഫേർട്ട് എടുക്കേണ്ട കാര്യം. പിന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സ് കുറെ ആണ് നമ്മൾ മുമ്പ് പരാമർശിച്ചിട്ടുള്ള, അവരൊക്കെ ചെയ്യാറുണ്ട്. ഫാമിലി ഉണ്ടല്ലേ, അങ്ങനെയുള്ളവരെ കുറെ പേര്. മറ്റേ ആംഡോസ് പരാമർശിച്ചിട്ടുണ്ട്. എന്തൊരു ചെറുക്കനാന്തോടെ അത് അവന്റെ ട്യൂട്ടോറിയൽ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കണ്ണടയ്ക്കാൻ പഠിപ്പിച്ചു തരാം, നോക്കൂ. ചിരിക്കുമെങ്കിലൊക്കെ എനിക്കും അങ്ങനെയല്ല. അതിനു പറയും ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണിങ്ങനെ അടയ്ക്കുക. ഇപ്പൊ നിങ്ങൾ അടച്ചു. ഇങ്ങനെ കുറെ നേരം അടയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറക്കം വരും. ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇത് ചെരുപ്പാണ്, എല്ലാരും വാങ്ങിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് സൈക്കിളാണ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ഹെൽമെറ്റ് ആണ്, നമുക്ക് വീഡിയോ കിടക്കാം. നല്ല രസമുണ്ട്. ചിരിക്കേണ്ട, ചിലപ്പോ എടുത്ത് കയറ്റി. അല്ല, എന്നെ ഇടയ്ക്ക് വെച്ച് പരാമർശിച്ചിട്ടുണ്ടാ. ഇനി നമുക്ക് അടുത്ത കാർത്തിക് സുതി എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. പുള്ളി വെറും എന്തോ ഒരാളാണ്, എന്തോ ഒരാളാണെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, മറന്നു വേടാ അവന്റെ എന്തോന്ന് ഏഷ്യാനെറ്റിലൊക്കെ പോയി വൃത്തിയിട്ട പാട്ടൊക്കെ പാടി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പറയാനുണ്ടായിരുന്നു.
പക്ഷെ അവിടെ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഇടുമ്പോഴേ അത് കിഡ്സിന്റെ ഇതിൽ സെക്ഷനിലല്ലേ പോകുന്നത്. അത് അപ്പൊ അവർക്ക് ഈ കിഡ്സ് എടാ നോക്ക്, രണ്ടിതുണ്ട്. ഒന്ന് അവർക്ക് കിഡ്സ് ആണെന്ന് കൊടുക്കുക, ദിസ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്സിന്റെ സെക്ഷനിൽ ഇപ്പം കൊടുത്ത് കാണില്ല. കൊടുക്കാതിരിക്കുമ്പോൾ ആൾക്കാർ ഇത് കിഡ്സ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താലേ അവരത് കിഡ്സിലോട്ട് മാറ്റുകയുള്ളൂ. ഓ അപ്പൊ അവര് കിഡ്സിലോട്ട് മാറ്റി. റിപ്പോർട്ട് ചെയ്യാത്തിടത്തോളം കാലം അത് കിഡ്സ് സെക്ഷൻ സെക്ഷൻ അല്ലാണ്ട് കിടക്കും, അഡൾട്ട് സെക്ഷനിൽ. ഇനി ഇത് കേട്ടാൽ റിപ്പോർട്ട് ചെയ്യുമെന്തോ. പക്ഷേ അതിന്റെ ആവശ്യം ഇല്ല, അതിന്റെ ആവശ്യമൊന്നും ഈ കിഡ്സ് അല്ല അവനാണെന്ന് പറഞ്ഞാൽ ഈ 1 മിനിറ്റിന്റെ അകത്തുള്ള വീഡിയോസ് ഷോർട്സ്, കൂടുതൽ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. കിഡ്സ് പക്ഷെ അവൻ ഈ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 2-3 തവണ കിഡ്സ് പറഞ്ഞു. അല്ലടാ, കിഡ്സ് ചാനൽ ഏതെങ്കിലും നല്ലത് ഉണ്ടോ? നീ പറയണ്ട കിഡ്സ്. എടാ സാബുണ്ണന്റെ മക്കൾക്ക് ഒരു ചാനലുണ്ടാ, 2 പേർ കൂടെ അത് കിഡ്സ് ആണ്. അന്ന് അവിടെ വന്നപ്പോഴത്തേക്കും പിള്ളേർ കണ്ടെടുത്ത് എന്നെ കണ്ണെടുത്താ കണ്ടുപിടിയിരുന്നു കേട്ടോ. അപ്പൊ നല്ല പിള്ളേരായിരിക്കും, നല്ല തലയുള്ള. അപ്പോഴത്തേക്കും അപ്പൊ അന്ന് ഞാനാണെങ്കിൽ അവരുടെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നൊന്നുമില്ല. എത്ര വയസ്സുണ്ട് പിള്ളേർ? ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേർ, കുഞ്ഞു പിള്ളേരടാ, കൊച്ചു പിള്ളേർ, തീരെ പൊടി പിള്ളേർ. തീരെ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞു 10 വയസ്സ് കാണും. അത്രയൊക്കെ കാണുള്ളൂ. പക്ഷെ നല്ല കാലിബർ ഉള്ള പിള്ളേരാണ് കേട്ടോ. അന്ന് നിന്നെ അപ്പോഴേ മനസ്സിലായി, ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ അവരുടെ ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞുതരാം. അതില് ഇത് ഹിഡൻ ആണ് കേട്ടോ, കമന്റ്സ് ഹിഡൻ ആണ്. കാരണം അവർ കിഡ്സ് ആണെന്നും പറഞ്ഞിട്ട് അവർ തുടങ്ങിയ സിസ്റ്റേഴ്സ് മാറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് അവര് ലാസ്റ്റ് ആയിട്ട് ഒരു സ്പോഞ്ച് ടോയ്സ് റിവ്യൂ ചെയ്യണ അൺബോക്സിങ്. അപ്പൊ ഈ റോഷനൊക്കെ കിഡ്സ്, റോഷന്റെ അനിയത്തിയൊക്കെ ഇടുമ്പോ അതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തടത്തോളം കാലം പ്രശ്നമില്ല. റിപ്പോർട്ട് ചെയ്യരുത്. ഇല്ല അതിനകത്ത് അവൻ സൈബർ എന്തോ തേക്കുവാണോ അതല്ലേ റോഷൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ആ എന്റെ നേർക്കല്ലേ. അല്ല ഇത് എന്നെ പൊക്കി വിടുകയാണോ അതോ? അടാ അത് ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് ഫാമിലി ചാനലുകളുണ്ട് കുട്ടികളെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതൊന്നും കിഡ്സ് ചാനലായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നില്ല. കിഡ്സ് ഞാൻ പറഞ്ഞുതരാം, കിഡ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിടുന്ന വീഡിയോ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ കുട്ടികളെ ഇപ്പോ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ കണ്ടന്റ് കുട്ടികളുമായിട്ട് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ കണ്ടന്റിന്റെ ബേസസ് കുട്ടികളാണ് ഈ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടികൾ ഓഡിയൻസിനെ ആണെങ്കിലാണ് ഇപ്പൊ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കണ്ടന്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് കുട്ടികൾ ഇൻവോൾവ് ആണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ മഞ്ചാടിയൊക്കെ അപ്പൊ അതായിരിക്കും. മഞ്ചാടി അതിന്റെ ഓഡിയൻസ് ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്ക് കൊച്ചിലെ ഞാൻ കാണുമായിരുന്നു ആ പാട്ടൊക്കെ ഉണ്ട്. മഞ്ചാടിയിലുള്ള പാട്ടാ. മ്യൂസിയം പിരിച്ചോണ്ടിരുന്നു. മഞ്ചാടി നല്ല പരിപാടി. കാട്ടിലെ കാണാൻ നല്ലതാണ്, നല്ല പാട്ടുകളുണ്ട്. പൂപ്പി അതിലാണുള്ളത്. പൂപ്പി മഞ്ചാടി തന്നെ നമ്മൾ ആരെ പൂപ്പി എന്ന് വിളിക്കുന്നത്? കണ്ണൂരാണ്. അടുത്ത ഇനിമ കാണാം. നിനക്കൊന്ന് പോരേടാ തെണ്ടികളെ. ഇടയ്ക്ക് വെച്ചിട്ടാടാ കണ്ണ ഇടക്കിടയ്ക്ക് വിളിക്കടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റാനടാ ചെയ്തത്, ഞാൻ നാട്ടിൽ ഇല്ലെങ്കിൽ പോലും നീ എന്ന് തന്നെ വെറുതെ വിടണ്ടാണ്. നിങ്ങളെ കൂട്ടത്തിലൊരു ഇത് ഒരാളുണ്ടല്ലോ, അതാരെ? കണ്ണൻ സാർ. സാബുവിന്റെ പിള്ളേർക്ക് എന്ത് നിന്നെ ഇഷ്ടമല്ലാത്ത? ചുമ്മാടാ, അത് ചില കുട്ടികൾ വരും, ചില കുട്ടികൾക്ക് നല്ല വിവരം കാണും, അതിന്റെ ഉള്ള പ്രശ്നമാണ്. അങ്ങനെയല്ല, നിന്റെ ചാനൽ ഇത് കണ്ടിട്ടുണ്ടോ വീഡിയോ? അവർ അങ്ങനെ വീഡിയോ ഒന്നും അധികം കണ്ടിട്ടില്ല. ഓ, അപ്പൊ അവർക്ക് ആദ്യമേ കാണാതെ മനസ്സിലായി ഒറ്റ നോട്ടത്തിൽ. ചില പിള്ളേർ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള. അത് കോമഡി. ഞാൻ ഇത് കണ്ടു കേട്ടാ. ആ പിള്ളേരെ പരിചയപ്പെടുന്ന മറ്റേ സ്റ്റേജിൽ വെച്ച്. അപ്പൊ ആ കൊച്ചിങ്ങനെ നോക്കും. ഞാൻ ഓക്കെ ആ കൊച്ചിന് ഇപ്പൊ അൺകംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് മാറിയില്ലേ. എവൻ കയറിയിട്ട് കൈ പിടിച്ച് ആ കൊച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് പിള്ളേരുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമാണ്. പിള്ളേർക്ക് കാര്യമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. പിള്ളേർക്ക് എന്താ സാബുണ്ട് എന്ത് പറഞ്ഞു? സാബുണ്ടൊന്നും പറഞ്ഞില്ല. സാബുണ്ടെല്ലാം എങ്ങനെയാണ് നോക്കുന്നുള്ളൂ. പിള്ളേർ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. സാബുണ്ടാണെങ്കിലേടാ സിഗരറ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ വെക്കും, ഇതിൽ വെച്ചിട്ടുണ്ടേ. ഇവർക്കാണെങ്കിൽ സാബുണ്ണ സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം സാബുണ്ണാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവളാണെങ്കിൽ സാബുണ്ണ ഒരു നോട്ടം കേട്ടോ. സാബുണ്ണ
അയ്യോ അത് വലിക്കാനല്ല, വെറുതെ വെറുതെ വെച്ചേക്കുന്ന ഒരെണ്ണം. അവള് ഭയങ്കര കൺട്രോളിങ് ആണ് കേട്ടോ പിള്ളേർ രണ്ടെണ്ണം കൂടെ. രാവണപ്രഭുവിൽ മോഹൻലാൽ വെച്ചിട്ട് ഞാൻ വലിക്കില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ വെച്ചേക്കുന്ന വെച്ചിട്ട് സിദ്ദിഖിന്റെ ഫ്രണ്ടിൽ തുപ്പി കൊടുക്കും. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്ട, ഒരു പോലീസ് ഓഫീസർ നിൽക്കുകയാണ്, ഇതുപോലെ ഒരാളിങ്ങനെ വന്നിട്ടാണെങ്കിൽ ഞാൻ വലിക്കില്ല, ഇതൊരു സ്റ്റൈലിന് വെച്ചേക്കാണ്. കാവാലം പൊളക്കെ അടിയും കിട്ടും സ്റ്റേഷനിൽ, മറ്റേ ജീപ്പിൽ എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ. ഇതൊക്കെ സിനിമയിലല്ലേടാ. എന്നിട്ട് മറ്റേ ഇതില്ലേ ചോട്ടാ മുംബൈയിൽ മോഹൻലാൽ നിൽക്കൂലേ ഇങ്ങനെ, അതേപോലെ എടാ CID മൂസയല്ലേ, വഴിയെ പോണ ഒരാള് ഇങ്ങനെ അടിച്ചിട്ട് പോവും. ആരാ? ജയശ്രീമാർ SI ആണ്, യൂണിഫോമിൽ അടിക്കാവാലത്തെ അടിച്ചിട്ട് പോകും. അത് ആ സിനിമയായിട്ട് നമ്മൾ ഓർക്കേയില്ല, കുഴപ്പമില്ല. ആ സിനിമയിൽ എന്ത് ചെയ്താലും ഒരു ഫ്ലാറ്റ് മാറിപ്പോയെന്ന് പറഞ്ഞപ്പോ ഒരു അടി, ഫ്ലാറ്റ് മാറിയതല്ല മാറിയതാണ്. എടാ ഈ രാവണപ്രഭുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രാവശ്യം മറ്റേ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴേ ഒരു ഡബ്ബിങ് ചെയ്യാനായിട്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് ഒരു ഇത് വേണം, അതാണ് തീം. എന്നിട്ടാണെങ്കിൽ ഞാൻ ഡബ് ചെയ്യണം. അതിന് 3 സീൻ എടുത്തിട്ട് അവസാനം ഞാൻ തോറ്റ് പിന്മാറുന്ന അല്ല അവരെന്നെ വന്നിട്ട് താറ്റി പിന്മാറുന്ന രീതിയിലാണ് അവർ സംഭവം ചെയ്തത് കേട്ടോ. ആദ്യം ഇട്ട് തന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പ് അല്ല ഇടിക്ക് എനിക്ക് ഗപ്പൊന്നും കിട്ടില്ല, ഒരു ഹോർലിക്സ് കുപ്പിക്കകത്താക്കി പല്ലിട്ടുണ്ട്. എടാ ഒരു 3-4 വട്ടം കാണിച്ചിട്ട് എനിക്കാണെങ്കിൽ ഡയലോഗ് ഒരു വിധത്തിൽ തലേ കയറൂല കേട്ടോ. അവസാനമാണെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ സിദ്ദിഖ് ഇങ്ങനെ സിദ്ദിഖിന്റെ പ്രൈസ് ഒന്ന് കൈ വെക്കുമല്ലോ, മോഹൻലാൽ ചെയ്തിട്ട് ഇങ്ങനെ കൈ വെക്കിയപ്പോഴത്തേക്ക് എന്താണ് ഡയലോഗ് എന്ന് ഓർമ്മ വന്നില്ലേടാ. ഞാൻ പറഞ്ഞു എന്റെ കക്ഷമൊക്കെ നല്ലതായിട്ട് വീർത്തിരിക്കുന്നുണ്ട്, പക്ഷെ നീ അതൊന്നും കാര്യമാക്കണ്ട. ശ്രുതി കാർത്തി അത് വേണ്ട, ഇല്ലെങ്കിൽ അവർക്ക് ഇത്ര അവധിക്കാൻ പാടില്ല. നിനക്ക് എന്നാൽ ആ ഡയലോഗ് എന്നെ പെട്ടെന്ന് ഓർമ്മ വന്നെങ്ങനെ? എടാ നീ ആ ഡയലോഗ് ഉണ്ടല്ലോ, നീ സീന് മാത്രം കാണണം, ഡയലോഗ് ഇല്ലാണ്ട് കാണണം. എടാ നീ ഞാൻ പറയട്ടെ, ഞാൻ സീരിയസ് ആയിട്ട് ഇതിന് പറയണം, നീ ആ ഡയലോഗ് ആ സീന് കാണണം ഡയലോഗ് ഇല്ലാണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ സിദ്ദിഖിന്റെ പിറകെ പോയിട്ടാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു നോട്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കക്ഷത്തൊക്കെ മൊത്തം വീർത്തിരിപ്പുണ്ട് എന്നാണ്ടാ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ഇതുണ്ടല്ലോ സിനിമ രാജമാണിക്യം, അത് പക്ഷേ ഡയലോഗ് ഞാൻ കറക്റ്റ് പയലെ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ ലങ്ങേര വീട്ടില് മറ്റേ അയ്യോ അങ്ങനെ പേര് പറഞ്ഞിട്ട് ബാബുരാജിനെ കൊണ്ടുവന്ന് തട്ടുന്ന സീന്, അത് ഡബ്ബിയാന്ന്. അത് കഴിഞ്ഞിട്ട് തന്നത് ലാസ്റ്റ് തന്നതായിരുന്നു മോഹൻ തോമസിന്റെ, അതെനിക്ക് ഒരു വിധം പറയാൻ പറ്റും. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴിച്ച് ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലുള്ള തേർഡ് റേറ്റ് ചെറ്റകൾക്ക് ആ പേര് ചേരൂ. അല്ല ഭരത്ചന്ദ്രൻ. My name is ഭരത്ചന്ദ്രൻ. Just remember that. Shit. ഭയങ്കര ഇവിടെ പറയുമ്പോഴേ മോഹൊക്കെ ഇങ്ങനെ കിടന്ന് ആടുവടാ. ഞാൻ മോഹ കാട്ടാൻ നോക്കി, ആടിയില്ല. മോഹൻ തോമസ് അപ്പൊ അവര് വിളിച്ചു അങ്ങനെ മൈക്കിന്ന് കറണ്ട് അടിച്ചല്ലേ, അതല്ല മറ്റേ ശ്രുതി എന്നല്ലേ പേര്, ശ്രുതി. കാർത്തിക് കുറച്ച് ആക്ഷൻ കാണിക്കും, മോഹൻ തോമസിന്റെ അതല്ല മൈക്കിന്ന് കറണ്ട് അടിച്ചു അപ്പം പിടിച്ച് മാറ്റി. എടാ മുട്ടും കോമഡിയാണ്ടാ അവിടെ സ്റ്റാർട്ടിങ്ങിലെ സ്കിറ്റിന് വേണ്ടിയിട്ടാടാ അവരിങ്ങനെ ഓരോ ഐഡിയ കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ ഇന്ന് എന്താണ് സംഭവം. അപ്പോഴാണെങ്കിൽ ഇന്നത്തെ എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാർത്തിക്, എന്നിട്ട് ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞുതരും കേട്ടാ. നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, നോട്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ നൈസായിട്ട് പറഞ്ഞു തരും, രസമാണ് അവിടെ. ഒരു ദിവസം ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ഞാൻ കൊണ്ടുപോവാ ഷൂട്ട് കാണുന്ന സമയത്ത്. ഓക്കെ ഒരു ദിവസം പോവാ, അടുത്ത മാസം ഒരു ദിവസം ഞാൻ അവിടെ ഓഡിയൻസ് എങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഓഡിയൻസ് ഇല്ലടാ, കാരണം കൊറോണ മാറിയാലും വരും, മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വരും. ഈ വരണവർക്ക് ബിരിയാണി ഇതാ കൊടുക്കുമല്ലേ? കൊടുക്കുമായിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. കാശ് കൊടുക്കും, കാശ് കൊടുക്കുമോ? കാശ് കൊടുക്കും തോന്നുന്നു, കാശ് കൊടുക്കുമായിരിക്കൂടാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ല വേക്കൻസി ഉണ്ട് എന്നും ഞാൻ വരാ കാണിയായിട്ട്, സ്ഥിരമായിട്ട് ഒരു സൈഡിലിരിക്കാം. സൂക്ഷിച്ചു നോക്കുമ്പോ ചെവിയിൽ പഞ്ഞി വെച്ചേക്ക ഓരോ ഡയലോഗ്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം, ഈ പോലീസ് ഇപ്പൊ ഒരു സർക്കുലർ ഇറങ്ങിയല്ലോ, എടാ എടി എന്ന് വിളിക്കരുത്. അത് ഹൈക്കോടതി എന്തോ കോടതി നിനക്കെന്താ തോന്നുന്നു അത് ചെയ്യോടെ പോലീസുകാരങ്ങനെ ചെയ്യണം? ഇപ്പം DGP സർക്കുലർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായും ചെയ്യണമെന്ന് DGP സർക്കുലർ ചെയ്തില്ല എന്നുള്ള വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം, അവർക്ക് പണിഷ്മെന്റ് കിട്ടും. ചെയ്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ അയച്ചു കൊടുത്തു. റീസെന്റ് ആയിട്ട് ഒരു അവർക്ക് നടപടി എടുത്തല്ല, നടപടി കൊണ്ടെടുത്ത്. അപ്പൊ അവരെന്താ നമ്മളെ സാറെന്ന് വല്ലതും വിളിക്കണോ? ഇല്ല, പോടാ എന്ന് വിളിക്കാതിരിക്കുക, താങ്കൾ എന്നൊക്കെ പറയാം. താങ്കൾ ആ പേപ്പർ വർക്ക്സ് എടുക്കൂ പ്ലീസ്. നിങ്ങളെന്ന് പറഞ്ഞാലും പേര് പറയാം.
പേര് ചോദിച്ചിട്ട് പേരെന്താണെന്ന് വെച്ചിട്ട് പേര് പേരെന്താ, അത് നൈസായിരിക്കും. അല്ല അത് നല്ലൊരു സർക്കിളറാണ് കേട്ടാ. പുറത്തോട്ടൊക്കെ സാറെന്നേനല്ലേ വിളിക്കണം, പുറത്തോട്ട് പോലീസ് വന്നിട്ട് സാറെന്നാണ് വിളിക്കണം. സാർ മാഡം പ്ലീസ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ സർ, അത് തന്നെ. വി വാണ്ട് ടു സെർച്ച് യു, ക്യാൻ വി ഇഫ് യു ഡു നോട്ട് ഹോൾഡ് സ്റ്റിൽ വി വിൽ ടേസ് യു. അപ്പം നീ പോടാ. അല്ല, അതൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ആൾക്കാരെ ചേഞ്ച് ചെയ്യുമ്പോൾ പോലീസുകാരും കുറച്ച് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നത് മറ്റേ നല്ലതാണ്. FBയിലൊക്കെ കുറേ വീഡിയോ വരും. അതായത് ഈ ഹൈവേ പെട്രോളിങ് പോലീസില്ലേ പുറത്തുള്ള, അവരിങ്ങനെ വന്നിട്ട് വണ്ടി പുൾ ഓവർ ചെയ്തിട്ട് അടുത്ത സെർച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അവർ പറയും സെർച്ച് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും, നിയമമൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഈ കാറൊക്കെ സ്പീഡിന് പോകുന്നത് അതൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് അത് കാണാൻ. ഇവരിങ്ങനെ പറഞ്ഞിരിക്കും, ഇവർ ചോദിക്കും സെർച്ച് ചെയ്യാമോ, സെർച്ച് ചെയ്തുകൂടാ, ഐഡി ചെയ്താൽ. അപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ മറ്റേ സെർച്ച് ചെയ്യാൻ പറ്റില്ലേ, ഇറങ്ങി ഇറങ്ങി വണ്ടി എവിടെ കൊണ്ട് നിർത്താം അപ്പൊ താക്കോലൂരി എടുക്കൂടാ. എടാ അതുപോലെ തന്നെ അന്ന് നമ്മളെ ഒരു ദിവസം പോലീസ് പിടിച്ച് മറ്റേ അടി കിട്ടിയ ഓർമ്മയുണ്ടോടാ അതിന്, നമ്മളെ കോവളത്തിൽ വെച്ചിട്ട് ഒരു ദിവസം. അപ്പോൾ അന്ന് എന്തെന്നറിയാം, അവിടെ തിരിച്ച് പോലീസ് പോയല്ലോ. അപ്പോൾ അഖിലേഷ് പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്ന് ഒഴിച്ച്, പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവണടാ. നമ്മൾ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് കുറേ ദൂരം ഉരുട്ടിയടാ. പിന്നീടാണ് മനസ്സിലാവണത് അവന്മാര് സ്പാർക്ക് പ്ലഗ് ഊരി മാറ്റി വെച്ചിരുന്നു. അവർ മനഃപൂർവ്വം ചെയ്തിരുന്നു. സ്പാർക്ക് പ്ലഗ് ഊരി മാറ്റി വെച്ചിരുന്നു. അത് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ വിചാരിച്ച് വേറെന്തോ വണ്ടിക്ക് എന്തോ പ്രശ്നമായി, മണ്ടന്മാരാണ്, നമുക്ക് അത്രയ്ക്ക് ഇതെന്ന് അറിഞ്ഞൂടാ. അത് കുറെ ദൂരം ഉരുട്ടിയാണ്, നമ്മൾ കുറെ ദൂരം ഉരുട്ടി. അതൊക്കെ തെണ്ടി തരണം. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഉരുട്ടും, ക്ലച്ച് വിടും, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും, പറ്റണില്ല. ഇതടി സെൽഫ് അടിച്ച് നോക്കും, സ്റ്റാർട്ട് ആവും. കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. അന്നത്ര എത്ര പ്രായമായിരിക്കണേ, എത്ര വയസ്സുണ്ട്? അല്ലടാ, ഈ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കൊടുത്ത് അവർ നോക്കും. അവർ ഇത്തിരി കൂടെ ഇതായിട്ടേ നോക്കുള്ളൂ. അല്ലാതെ ലോക്കൽ പോലീസിനെ പോലെ അല്ല, അവർ കറക്റ്റായിട്ട് ചെയ്യും. അതിനാണ് ഇങ്ങനെ മുകളിലോട്ട് ആളിരിക്കണത്, ഈ എസ്കലേഷന് വേണ്ടിയിട്ടാണല്ലോ. ശരിയാണ്, കറക്റ്റാണ് ഈ പറഞ്ഞത്. കേസ് ഇത് കംപ്ലൈന്റ് കൊടുക്കേണ്ടായിരുന്നു. ഇപ്പം SI ആണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ കൊടുക്കുക, DSP കൊടുക്കുക. ഇനി എവരൊക്കെ മുകളിലാണെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കുക. പക്ഷെ ഇത് ഭയങ്കര ഒരു സ്റ്റെപ്പാണ് കേട്ടോ, ഈ നിർത്തണം എന്ന് പറയുന്നത്. ഇത് ഗ്രാജുവലായിട്ട് ഇത് മാറി മാറി ഒരു കുറച്ചും കൂടി റെസ്പെക്ട് കൊടുക്കണം ആൾക്കാർക്ക്, ഈ പേടിയെന്നുള്ള മാറ്റിയിട്ടെ. ഇത് പ്രായമായ ആളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, പല വീഡിയോസിനും കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലൊക്കെ കയറിയിട്ട് ആളിനെ കിട്ടിയില്ലെങ്കിൽ ആൾക്കാരുടെ അച്ഛനും അമ്മേനെയും കയറി അങ്ങ് എന്തോ മാത്രമല്ല ചീത്ത വിളിക്കും ചില സമയത്ത്. അല്ല, ഇത് പിന്നെ ആൾക്കാരെ കണ്ട് പെരുമാറുന്നതൊക്കെ ഉണ്ട്, വേഷം അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ പവർ ഉള്ളതുകൊണ്ട് ഈ ബാക്കി താഴെ ഉള്ളവർക്ക് ഈ അവരുടെ മേലിൽ അങ്ങ് ഇത് ചെയ്യാന്ന്. പക്ഷെ ഇവരുടെ ഓർഗനൈസേഷനിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതില്ലാന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നവർക്ക് ഈ മന്ത്രിയുടെ എന്നുള്ള ഇത് കിട്ടും, പ്രഷർ കിട്ടും. മന്ത്രിമാർക്ക് വോട്ടിന്റെ പ്രഷർ, അങ്ങനെ മറ്റേ നായാട്ട് സിനിമ. അപ്പൊ അതേപോലെ ഏറ്റവും ലാസ്റ്റ് ലോവർ എൻഡിൽ വരുന്നതാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ, ലോക്കൽ പോലീസ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് സാധാരണ ജനങ്ങളിലേക്കായിരിക്കും കാണിക്കുന്നത്. ഈ ഓർഗനൈസേഷനിൽ തന്നെ കുറച്ചുകൂടെ അവർ എന്താ ആ ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അത് എത്രത്തോളം ഇതാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ കുറച്ചുകൂടെ ഒരു എന്താ ഈ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവിടെ പോലീസ് ഓഫീസേഴ്സിന്. ഈ എത്രത്തോളം പേര് സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസർ. ഭയങ്കര ടഫ് ജോബാണ്. എടാ ഒരു സിനിമ ഇല്ലടാ മറ്റേ ഈ പാട്ടുള്ള പൂമുത്തോളെ ജോസഫ്, അതിനകത്ത് പുള്ളിക്കാരൻ മറ്റേ ഒരു ഡെഡ് ബോഡി കാണാൻ പോണ സീനും പുള്ളിക്കാരന്റെ ലൈഫിനെ അതെങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് കാണിച്ചൊരു കാര്യമില്ലേ? ഓ ഉണ്ട്. അത് വല്ലാത്തൊരു പുള്ളിയുടെ ഫാമിലി ലൈഫിനെ വരെ ആ ഒരു സംഭവം ബാധിച്ചായിരുന്നു. അതിലാണ് തകർന്നു പോകുന്നത്. അത് നമുക്കും അപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നത്. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങേര് പോയി കാണുന്നത്, അതും പുഴുവരിച്ചിട്ട്. അത് മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഇവരുടെ ഈ ട്രെയിനിങ് അക്കാഡമിയിലൊക്കെയാണ് ചേഞ്ച് ഉണ്ടാവുന്നത്, ആൾക്കാർക്ക് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുന്നത് ഈ സ്വഭാവത്തിലൊക്കെ. അപ്പോൾ ട്രെയിനിങ് അക്കാഡമി അത്രത്തോളം സ്ട്രിക്റ്റും ഹാർഷും ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ഇത് ചെയ്യണം, ഈ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതി ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫിസിക്കലായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ
ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കില്ല പുറത്തോട്ടൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടാണ്. ചോദിച്ച് മറ്റേ ഗുഡ് പോലീസ് ബാഡ് പോലീസ് എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. FBI യുടെ ഒരു സീരീസ് ഉണ്ടല്ലോ അറിയാം. അത് അത് സൂപ്പർ എപ്പിസോഡ്, സൂപ്പർ സാധനമാണ്. അത് കണ്ടില്ലേ? കണ്ടുപോകണം മൈൻഡ് ഹണ്ടേഴ്സ്. അത് അതിനകത്ത് അവർ ശരിക്കും ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കുകയാണ് ചെയ്യണം. ക്രിമിനൽസിനെ കണ്ടിട്ട് പഠിക്കും. ആദ്യമായിട്ട് അവിടെ ഒരു ബിഹേവിയർ സയൻസ് അങ്ങനെ എന്തോ ബിഹേവിയർ സൈക്കോളജി അങ്ങനെ എന്തോ സംഭവം സൈക്കോളജി അങ്ങനെ എന്തോ ഒരു അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവര് ഇങ്ങനെയുള്ള ഓരോ സീരിയൽ കില്ലേഴ്സിനെ പോയി അവരുടെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കേസ് വന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ അതേപോലെയൊക്കെ ഇവരും കൂടെ കുറച്ച് നല്ലതായിട്ട് കേസ് സ്റ്റഡി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. എടാ ഈ ഇടയ്ക്ക് എപ്പോഴും ഈ പറഞ്ഞില്ലേ രാഷ്ട്രീയക്കാരുടെ സംഭവം, ഇടയ്ക്ക് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും സല്യൂട്ട് അടിച്ചില്ലെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര പ്രശ്നമായി. ഈ ഇടയ്ക്ക് ഏതോ ഒരു മേയർ ഇവിടെ തൃശ്ശൂരാണെന്നോ, നീ അത് വേറെ രീതിയിൽ ആലോചിച്ച് നോക്കിയാണ്ട. പാസ് ചെയ്തപ്പോൾ സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞ പ്രശ്നമായെങ്കിൽ നേരത്തെ ആ ഓഫീസറോട് അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വണ്ടി കൂടെ പോണ്, എന്തിനാണ് അവരെ ഈ വഴി പോണ ഇങ്ങനെ പോണ വണ്ടിയിൽ സല്യൂട്ട് അടിക്കേണ്ട ആവശ്യം? ഒരു പ്രോട്ടോകോൾ ആണെന്നാണ്. നേരത്തെ ഒരു ചൊറി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഈ മേയർ പറയാനുണ്ടായിരുന്നു തൃശ്ശൂർ ഇവിടുത്തെ ആണെന്തോ അത് പറഞ്ഞു. ഒരു സെക്കൻഡ്, തൃശ്ശൂർ മേയർ തന്നെ. എടാ ട്രിവാൻഡ്രത്തെ മേയർ ഏറ്റവും യങ്ങസ്റ്റ് മേയർ അല്ലേ? ആര്യരാജൻ കൊണ്ടുവന്നാലോ? എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യൂ കേട്ടോ ഗൈസ്. പുള്ളിക്കാരി ഏറ്റവും യങ്ങസ്റ്റ് മേയറാണ്. നമുക്ക് ട്രിവാൻഡ്രത്തിനെ കുറിച്ച് കുറെ വേസ്റ്റ് ബിൻ വെക്കുന്ന ആരും നമുക്ക് ചോദിക്കായിരുന്നു. അല്ല ഇവിടുത്തെ കുറെ നമുക്കറിയാന്നുള്ള കുറെ പ്രശ്നങ്ങളും ഇവിടെ ഇപ്പം മറ്റേ ഇതൊക്കെ വരുമല്ലേ, പോർട്ട്, അതേപോലെ മറ്റേ നമ്മുടെ ശ്രീകാര്യത്തോടെ ഒരു ഫ്ലൈ അതൊക്കെ ചോദിക്കണ്ടേ? പിന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ് എവിടെയോ തിരുവനന്തപുരത്ത് വരുമെന്ന് കുറെ നാൾ പറഞ്ഞു. അത് അതിന്റെ കാര്യമൊക്കെ ചോദിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതെ, നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ, കൊണ്ടുവരണോ വേണ്ടയോ എന്ന്. നമുക്കത് കൺസിഡർ ചെയ്യായിരിക്കും. ഭയങ്കര ബിസി ഷെഡ്യൂളാണ് അവർക്ക്. സമയം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പഠിച്ചുകൊണ്ടും കൂടെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് നോക്കാന്നുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ നമ്മുടെ അതില് എന്ന് പറഞ്ഞാൽ ഒരു പവറിലുള്ള ഒരാള്, ഒരു പൊളിറ്റീഷ്യൻ ഉള്ള ആള്. പിന്നെ എങ്ങായിട്ടുള്ള പൊളിറ്റീഷ്യന്മാരെ നമുക്ക് കൊണ്ടുവരാം. ഈ മേയർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് പാസ് ചെയ്തപ്പോഴത്തേക്ക് എന്തോ പോലീസുകാർ സല്യൂട്ട് അടിക്കാനില്ല, അപ്പോൾ അത് മനഃപൂർവ്വം അടിക്കാത്തതിന് റെസ്പെക്ട് ഇല്ല. എന്നിട്ട് അടുത്ത ദിവസം മറ്റേ അവരുടെ ഇതുണ്ടല്ലോ, അവരുടെ ഹൗസ് അതില് കുറെ മറ്റേ പ്രതിപക്ഷത്തുള്ള എല്ലാരും കൂടെ വന്ന് സല്യൂട്ട് അടിച്ചു. അങ്ങനെ അടിച്ച കോമഡി സാധനങ്ങള്. പ്രതിഷേധം അറിയിക്കുന്നതൊക്കെ കോമഡിയാണ്. പ്രതിഷേധം അറിയിക്കണേ അല്ലേ? പണ്ടൊരു പ്രാവശ്യം സ്കൂളിൽ നമ്മൾ പഠിച്ചോണ്ട് നമ്മളെ നിയമസഭയെ കൊണ്ടുപോയ ഓർമ്മയുണ്ടോ? അന്ന് നമ്മളവിടെ മേളിലിരുന്നിട്ട് നമ്മളിങ്ങനെ സൈലന്റ്, യു പീപ്പിൾ ബി ക്വയറ്റ് എന്നും ആദ്യമേ പറയുമ്പം കേറുന്നതിന് മുമ്പ് ഒരു ക്ലാസ് തരും. ചിരിക്കരുത്. ഉണ്ണിസാറല്ല അവര് പറയും, ആരെയും നോക്കി പരിഹസിച്ച് ചിരിക്കരുത്, മിണ്ടാതിരിക്കണം, ഒന്നും ഒരു ശബ്ദം ഉണ്ടാക്കരുത്, ഉണ്ടായിരിക്കണം. കണ്ണാടിയിൽ അകത്ത് കയറുമ്പം എല്ലാം ചെക്കിങ് ആണ്. അപ്പോഴ് ഫുൾ ചെക്ക് ചെയ്യും. വിവേകാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെക്ക് ചെയ്ത് പറഞ്ഞ് കിക്കി കിക്കി എന്നൊരു സൗണ്ട് കേട്ടു. എന്ന് വെച്ചാൽ മെറ്റലെല്ലാം ഊരി കൊടുക്കണം. കിക്കി ഇതെന്തോടാ ബോംബാണോ? അപ്പോൾ മറ്റേ ബെൽറ്റിന്റെ ഒരു എന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളാണെങ്കിലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. താഴോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഒരാൾ മേശപ്പുറത്ത് കയറി ഇതിന്റെ കസേര എടുത്തിട്ട് സമ്മതിക്കൂല. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ബഹളമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മ. അന്ന് കസേരയിലൊന്നും കയറിയില്ല, അന്ന് ബഹളം ഉണ്ടായിരുന്നു. നല്ല ബഹളം സ്ഥിരം ഉള്ളതാണ്. അടി മറ്റേ മേശയിലൊരു അടി ഉണ്ടല്ലോ, അത് അവര് ചെയ്യണം. ഈ പാർലമെന്റ് എന്ന് പറയുമ്പം എല്ലായിടത്തും ബഹളമുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഒക്കെ എടുത്ത് നോക്കി ഭയങ്കര കോമഡിയാണ്. അവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിത്താറ്റൊക്കെയാണ് പറയുന്നത്. എല്ലായിടത്തും ഈ അമേരിക്കയാണെങ്കിൽ തന്നെ എല്ലായിടത്തും ഈ പാർലമെന്റിലൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കും. പക്ഷെ ഇവിടെ കുറച്ച് സംസാരിക്കണ ഓക്കെയാണ്. ഇവിടെ പക്ഷെ മുണ്ടൊക്കെ പറിച്ചിട്ടുണ്ട്. മുണ്ട് പറി, കടി, കയ്യിൽ കടി. മുണ്ട് പറിച്ചത് ഇവിടെയാണ്, അത് പുറത്തിറങ്ങിയ മുണ്ട് നിയമസഭയ്ക്ക് നമ്മളെ റൂൾ ചെയ്യുന്നത് ഇവരാണെന്നുള്ള ഇത് നീ ആലോചിച്ച് നോക്കി. ശിവൻകുട്ടി മറ്റേ മുണ്ടൊക്കെ മടക്കി വണ്ടേ കയറിയിട്ട് സ്പീക്കറെ കസേരയൊക്കെ എടുത്ത് അതൊക്കെ വെറും എന്തെല്ലാം കോമഡി എന്ന് കാണിച്ച്. അത് പറയാൻ സമ്മതിച്ചില്ല, ഇങ്ങനെ ബഡ്ജറ്റ് വായിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇങ്ങനെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം വെച്ചിട്ട് വയ്ക്കും. മേശപ്പുറത്ത് വച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ആയെന്നാണ് അവരിങ്ങനെ വയ്ക്കുക പ്രോട്ടോകോൾ വെച്ചിട്ട്. അത് അപ്പോഴത്തേക്കും എല്ലാരും കൂടെ
വേറൊരു കോമഡി ഉണ്ടേ. ഈ രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ള സംഭവം അന്ന് ഇവര് ഇട്ടതും കെ എം മാണി അഴിമതി കാണിച്ചെന്നും പറഞ്ഞാണ് ഈ സംഭവം. ഇപ്പം കെ എം മാണിയുടെ പാർട്ടി അവരെ കൂടെയാണ്. ഇപ്പുറത്തെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയവരെല്ലാം ഇപ്പുറത്താണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളില്ല എന്നൊരു സംഭവമാണ്. അതായത് അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി അവരെന്ത് പണ്ട് മുതലേ എല്ലാ പാർട്ടികൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇവിടെ ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു. എടാ ഈ ചാണക്യനെ കുറിച്ച് എനിക്ക് വല്ലതും അറിയാമോ? ചാണക്യതന്ത്രം കേട്ടിട്ടുണ്ട്. ഒരു ബുക്കുണ്ട്, ഇതൊരു ഫിക്ഷൻ ബുക്കാണ്. ചാണക്യ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു വായിച്ചൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് 2 പാരലാണ് കാണിക്കുന്നത്. ചാണക്യന്റെ ടൈമിൽ ചാണക്യൻ വന്നതും ഇപ്പോഴത്തെ കാലത്ത് ഒരു ആള് ജനിച്ച് ചാണക്യന്റെ അതേ സ്വഭാവം വെച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ഒരു ആളിനെ ചൂസ് ചെയ്തിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നത്. അതാണ് പ്ലോട്ട്. അന്ന് ചാണക്യൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിക്ഷനാണ്, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് ഈ ചാണക്യന്റെ കാര്യം പുള്ളി റിസർച്ച് ചെയ്തിട്ടൊക്കെയാണല്ലോ എഴുതിയത്. എന്തൊരു ക്രൂഡ് മനുഷ്യനാണെന്ന് അറിയാവോടാ ചാണക്യൻ. ഈ ചാണക്യ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചാണക്യൻ ഉള്ള ഒരാളാണ്. ചാണക്യതന്ത്രം അങ്ങനെ എന്തോ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പറയൂല്ലേ ചാണക്യനാണെന്ന്. ഈ ബുക്കാണ് ചാണക്യ സ്റ്റാൻഡ്. നിന്റെ ഉണ്ടല്ലേ സംഭവം? വായിച്ചു കഴിഞ്ഞാൽ ഈ കിടന്ന ക്രൂഡ് ബുദ്ധികളൊക്കെ വരുന്നത് പോടാ. വായിച്ചു കഴിഞ്ഞാ? ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ വായിച്ചിട്ട് തരാം. അത് എനിക്കെന്തോ ഫിക്ഷൻ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു. സ്ക്രാപ്പിൽ നിന്ന് ഒന്നുമല്ലായ്മ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഒരാളെ എടുത്ത് ഒരു PM വരെ ആക്കണമെങ്കിൽ ഈ എഴുതിയവന്റെ ഇമാജിനേഷൻ നീ ഒന്ന് ആലോചിച്ച് നോക്കാനേടാ. ഈ PM-ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് PM-ന്റെ കാറിന്റെ ഫെസിലിറ്റി ഇത് കണ്ടിട്ടുണ്ടോ? സ്പെഷ്യാലിറ്റീസ് ഈ നമ്മുടെ സാധാ കാർ പോലെ അല്ല, ബുള്ളറ്റ് പ്രൂഫ്, പിന്നെ എന്തോ ചെറിയ ചെറിയ ബോംബിംഗ് ഒക്കെ ഇതാവും, എന്തോ എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഉണ്ട്. നിപ്പിന് തിരിച്ചെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ എന്തോ അങ്ങനെ എന്തോ തിരിക്കാൻ പറ്റും. അതുപോലെ റിവേഴ്സിൽ എത്രയോ സ്പീഡിൽ പോകാൻ പറ്റും. നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ പല്ല് പൊട്ടി പോകില്ലേ? ബാറ്റ്മാന്റെ വണ്ടിയിലാണ് സാധനം. യഥാർത്ഥത്തിൽ ഉണ്ടല്ലേ? അല്ല, ബാറ്റ്മാൻ യഥാർത്ഥത്തിൽ BM ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് കണ്ടായിരുന്നു, ഏതാണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. എന്തോ ആണ്, ഞാൻ എന്തോ വിധത്തിലാണ് കണ്ടത്. അതിനെക്കുറിച്ചൊരു ഫീച്ചർ ഉണ്ട്. ഇങ്ങേര് പണ്ട് യൂസ് ചെയ്യുന്ന സ്കോർപിയോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അത് സമ്മതിച്ചില്ലേ അവര്, അവരുടെ സെക്യൂരിറ്റി ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഇവര് സമ്മതിച്ചില്ല. കാര്യം ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, പ്രധാനമന്ത്രിമാര് മാറി മാറി വരുമല്ലോ. എന്തോ സെക്യൂരിറ്റി കാറ്റഗറി ഉണ്ടാ. ഞാൻ പറഞ്ഞ ആ ഒരു സെർവ് ചെയ്യണം PM-ന്റെ സെക്യൂരിറ്റി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ട്രാവൽ ലാൻഡ് റോവർ സെന്റിനൽ ഹൈ. അതാണോ? ഇടയ്ക്ക് BM കേട്ടിട്ടുണ്ട്. അവിടെ പുതിയൊരു കാർ ബ്രാൻഡ് ഇന്ത്യയിൽ പോയി. ഫോർഡ് കേട്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പോ അതിന്റെ റീസെയിൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇടിയും കേട്ടാ. പക്ഷെ 15 വർഷത്തേക്ക് സപ്പോർട്ട് ഫുള്ള് കാണും. മറ്റേ ഷോറൂം ഈ ഇടയ്ക്ക് തന്നെ മേടിച്ചവരൊക്കെ ഉണ്ട്. ഈ ഫോർഡിന്റെ ഷോറൂം ഡീലർഷിപ്പ് എടുത്തവന്മാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു അവസ്ഥയൊന്നും ആലോചിക്കും. കാര്യം എല്ലാരും ഇവര് ഫോർഡുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തൂല, ഫോർഡൊന്നും ഒരിക്കലും നിർത്തുമെന്ന് പ്രതീക്ഷയില്ല. കാരണം അത്രയും ഇതുള്ള അവരുടെ മാർക്കറ്റിംഗ് ഒന്നും അവര് ഇത് ഇങ്ങനെ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ കുറവും കോണത്തിന് വലിയ ഷോറൂം അല്ലേ ഹാരി ഫോർഡ്. അപ്പൊ ഇപ്പൊ നമ്മളെ പോലുള്ള ഒരാളായിരിക്കുമല്ലോ ഈ ഇങ്ങനെ ഡീലർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് പോയി എടുത്ത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് കാശ് തിരിച്ചു കൊടുക്കുമോ? അറിഞ്ഞൂടാ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് അവർ. ഫോർഡ് നല്ല ക്വാളിറ്റിയാണ്, നല്ല ഡ്രൈവേഴ്സ് കാറുമാണ്, നല്ല ക്വാളിറ്റിയാണ്, ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ബാക്കി മാരുതി നോക്കുമ്പോഴത്തേക്കും പക്ഷേ അറിയാൻ പറ്റും. അത് ഇപ്പോ ഷെവർലയുടെ വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങാനൊക്കെ ആൾക്കാർ നല്ല മടിക്കും. ഷെവർലെ നിർത്തി, ഫോർഡ് നിർത്തി, പിന്നെ അതാ ഇവിടെ നിർത്തിയിട്ട് പോയത് ഹാർലി ഡേവിഡ്സൺ. റെനോൾട്ട് നിർത്തിയോടാ? റെനോൾട്ട് ഉണ്ടല്ലോ. മിറ്റ്സുബിഷി പണ്ട് നിർത്തി. അതിന്റെ ലാൻസർ ഒക്കെ നല്ല വണ്ടിയാണ്. പണ്ടല്ല, ഈ ഇടയ്ക്ക് പജേറോ കുറച്ച് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നല്ലേ. GML നിർത്തി. മിത്സുബിഷി നിർത്തി. പിന്നെ ഹാർലി ഡേവിഡ്സൺ പ്രൊഡക്ഷൻ നിർത്തി. പക്ഷെ അവരിപ്പം ഹീറോ ആയിട്ട് എന്തോ ടൈപ്പിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് ഹാർലി. ഇവർക്കെന്തോ 2 ബില്യൺ ലോസ് എന്തോ ഉണ്ടായിരുന്നു മൊത്തം ഇന്ത്യൻ മാർക്കറ്റിൽ ഫോർഡിന്. അവർ നിർത്തുന്നത് അത് പക്ഷെ ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇവര് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നഷ്ടത്തിലായിരുന്നു. അതിൽ 2 പ്ലാന്റ് എന്തോ ഉണ്ട്, ചെന്നൈയിലും പിന്നെ വേറൊരിടത്തും കൂടി, ഗുജറാത്തിൽ. അതിൽ ഒരു പ്ലാന്റ് ഈ വർഷം
4th ക്വാർട്ടറിൽ പൂട്ടും. ഈ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ക്ലച്ച് പിടിക്കും. ഇത് ബുദ്ധിമുട്ടായോണ്ടല്ലടാ, ഈ ഫോർഡ് കമ്പനിയിൽ ഒരുപാട് മോഡൽസ് ഒക്കെ അവർ ഇറക്കണം. $2 ബില്യൺ നഷ്ടമാണ്. അത് തന്നെ, അവർക്ക് സെയിൽസ് കുറയാൻ കാരണം മോഡൽസ് കുറവായോണ്ടല്ലേ. അത് പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരണം. പക്ഷെ നല്ല വണ്ടികളുണ്ട്. നല്ല ഫോർഡ് എക്കോസ്പോർട്ട് ഒക്കെ സൂപ്പർ വണ്ടിയാണ്. ഫിഗോ, ഫ്രീ സ്റ്റൈലൊക്കെ നല്ല വണ്ടി. മായി മച്ചാന്റെ ഇരിക്കുന്നത് ഫോർഡ് ഇക്കോസ്പോർട്ട് അല്ലേ? എന്റെ കസിന്റെ ഇരിക്കണതാണ്, ഇന്നലെ ഓടിച്ചു നോക്കി. നല്ല വണ്ടിയാണ്, നല്ല വെയിറ്റ് ഒക്കെ തോന്നുന്നു നമുക്ക്. ഒരു ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോർഡിന് അല്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് സെയിലായി പോകാൻ. കാര്യം എക്കോണമി ഒരു പൈസയൊക്കെ ഒരു റേഞ്ചിനെ പറ്റൂ, എക്സ്പെൻസീവ് ആകാൻ പറ്റില്ല. ഇപ്പോൾ യൂറോപ്പിൽ മൈലേജും വേണം. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ ഇറക്കിയാലും അതിനൊക്കെ ആളുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു എന്താ ഒരു ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സെയിൽ നടക്കാൻ സാധ്യത ഉള്ളവരെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഇറക്കാൻ മാരുതി 800 ഒരു സമയം എവിടെ നോക്കിയാലും 800 ആയിരുന്നു. പിന്നെ വാഗ്നർ, ഓൾട്ടോ. മാരുതിക്ക് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് പറ്റിയ ഒരു സംഭവം. മൈലേജ് ഉണ്ട്, വില കിടിലമാണ്, സ്പെയർ പാർട്സ് എല്ലാം കിട്ടും, സർവീസ് ഉണ്ട്. ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞിറക്കുന്ന വണ്ടിയാണ് മാരുതി. പക്ഷെ എനിക്ക് അവർ ബിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ചിലർ പറയും അത് അങ്ങനെയാണ്, ക്രംസ് എന്തോ ഇതാണെന്നൊക്കെ പറയും. എന്തോ ബിൽ ക്വാളിറ്റി മോശം തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ ചിലർ പറയണത് അല്ല കിടിലാണെന്നൊക്കെയാണ് പറയണത്. അത് അതിന് ഇടിച്ച ഇങ്ങനെ ആവാൻ വേണ്ടി ചെയ്യണതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബിൽ ക്വാളിറ്റി കുറവാണ്. നമ്മൾ ഈ ഫോർഡിന്റെ വണ്ടിയൊക്കെ തുറക്കുമ്പോൾ തന്നെ ഡോറിനൊരു വെയിറ്റ് തോന്നും നമുക്ക്. മറ്റേത് ഇങ്ങനെ മോഡൽസ് ഇറക്കാത്തതിന്റെ പുതിയ ഇത് ഇറക്കാത്തതിന്റെ ഉള്ള പ്രശ്നമാണ്. ഇപ്പൊ ടാറ്റ തന്നെ നല്ല താന്നല്ലേ നിന്നത് ഇടയ്ക്ക് വെച്ച്. ഇപ്പൊ സെയിൽസ് കൂടിയല്ലോ, ഒരുപാട് മോഡൽസ് ഇറക്കി. എനിക്ക് തോന്നണേടാ അവര് ഒരു US വർക്കൗട്ട് ആകുന്ന സ്ട്രാറ്റജി വെച്ച് തന്നെ എവിടെയും പിടിക്കാൻ തുടങ്ങി. ശരിക്കും അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് റിസർച്ച് നടത്തിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായ കുറച്ച് വണ്ടികളും കൂടെ അവർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ സൂപ്പർ ഡൂപ്പർ കോമ്പറ്റീഷൻ പിടിക്കാൻ പറ്റണം. കോമ്പറ്റീഷൻ അല്ലേ ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഈ മിഡ് റേഞ്ച് SUV ഉണ്ടല്ലോ, കോമ്പാക്ട് SUVയിലാണ് ഏറ്റവും കൂടുതൽ ഇതുള്ള. കഴിഞ്ഞ ഒരു 5-10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ സെഡാൻ്റെ സെയിൽസ് ഇങ്ങനെ പോവുകയും ഈ കോമ്പാക്ട് SUVയുടെ സെയിൽസ് ഇങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഹോണ്ടയിൽ നിർത്താതിരുന്ന മതിയായിരുന്നു. ടൊയോട്ടയും മാരുതിയുടെ വണ്ടിയാണ് എടുത്ത് ഇപ്പോ മോഡൽസ് ഒക്കെ ഇറക്കണം അല്ലേ. ടൊയോട്ട അവര് മാരുതിയുടെ മറ്റേ അർബൻ ക്രൂയിസർ, ഗ്ലാൻസ. വേറൊരു ടെസ്റ്റ് ഇപ്പം കാറുകളുടെ എല്ലാം സെയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. സെമി കണ്ടക്ടേഴ്സിന്റെ ഇതില്ല, ചിപ്പ് ഷോർട്ടേജ് ആയിട്ട് ടാറ്റ തന്നെ ഇപ്പം പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് ചിപ്പില്ല. മിക്കവാറും അടുത്ത ഈ കാർ കമ്പനിക്കാർ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ തുടങ്ങും. നിന്റെ ഒന്നും വേണ്ടടാ ചിപ്പുകളൊന്നും പറഞ്ഞിട്ട്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എടാ നീ എന്ത് ചിപ്പാണ് ഉദ്ദേശിച്ചത്? സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ ഇലക്ട്രിക് സർക്യൂട്ട്സിലൊക്കെ ചെയ്യണ്ടേ, ഇലക്ട്രോണിക് സംഭവം. ഈ മൊബൈൽ കമ്പനികളുണ്ടല്ലോടാ ഇപ്പോൾ സ്വന്തമായിട്ട് ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ഇവരുണ്ടല്ലോ സാംസങ്ങിന്റെ ചിപ്പല്ലേ എക്സനോസ് ചിപ്പ്, ആപ്പിളിൻ്റെത് ആപ്പിൾ M1 ചിപ്പ്, A14 A15 ചിപ്പ് ആപ്പിൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഗൂഗിളും അതുപോലെ ചെയ്തു തുടങ്ങി. ഈ വരുന്ന ഇതില്, കാരണം അവരുടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അവർ തന്നെ ഇറക്കുകയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള ഇതില് അവര് ആപ്പിളിന് ഇത്രയും പെർഫോമൻസ് വരാനായിട്ടൊരു പ്രധാന കാരണം അവരുടെ ആ ചിപ്പാണ്. കാരണം ഇത് ബാറ്ററി ലൈഫിൽ വന്ന വ്യത്യാസം ഉണ്ടല്ലോ, ഹ്യൂജ് വ്യത്യാസമാണ്. ഈ മാക്ബുക്ക് എയറിന് ഓൾറെഡി ഒരു 11 മണിക്കൂർ അടുപ്പിച്ച് ബാക്കപ്പ് ഉണ്ട്. പക്ഷേ M1 ചിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അത് 21 മണിക്കൂർ അടുപ്പിച്ചായി. ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററി ബാക്കപ്പാണ്, നീ ആലോചിച്ച് നോക്കണം. ഈ ആപ്പിളിന്റെ മാനുഫാക്ചറിംഗ് ഇല്ലേ, അത് ചൈനയിലല്ലേ, അസംബിൾഡ് ഇൻ ചൈന എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുത്തെ കൊച്ചു പിള്ളേരെ കൊണ്ട് പണിയിപ്പിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. ആപ്പിൾ അല്ല ഉണ്ടടാ, അങ്ങനത്തെ ഒരുപാട് കോൺട്രവേഴ്സിയിൽ ആപ്പിൾ പെട്ടുണ്ട്. ആപ്പിളിന് ചൈനയിൽ കുഴപ്പമില്ലെങ്കിലും ഇത് കുത്തിപ്പൊക്കെ അമേരിക്കയിൽ കുറേ എണ്ണം കാണുമല്ലോ. ആപ്പിൾ ഇങ്ങനെയാണ് അവിടെ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ളതാണ് ഇടയ്ക്ക് ഒരു സമയത്ത്. എന്നിട്ട് യവന്മാര് മറ്റേ ആഫ്രിക്കയിലൊക്കെ മൈൻ ചെയ്ത് സാധനം എടുത്തുകൊണ്ട് പോകണം ഈ അമേരിക്കൻ കമ്പനികളെ. ഇല്ല കൊച്ചു പിള്ളേരാണോടാ മൈൻ ചെയ്യണത്. യവന്മാർക്ക് അറിയാതെ എവിടെയാണ് ചെയ്യണത്, ഒരു കുഴപ്പമില്ല. അവന്മാർക്ക് പൈസ ഉണ്ടാക്കിയതൊന്നും ഒരു പ്രശ്നം, അതിനൊക്കെ വേണ്ടി തന്നെ അതിന്റെ റോ മെറ്റീരിയൽസ് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ ആപ്പിളിന്റെ CEO ഇല്ലേടാ, CEO ഇല്ലേ ടിം കുക്ക്, പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ ലോജിസ്റ്റിക്സിലാണ്. അറിയാമോ?
10 വർഷം തികച്ചതിന് ആപ്പിളിന്റെ എത്രയോ ഓഹരികൾ കൊടുത്തായിരുന്നല്ലേ പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ ടിം കുക്ക് വന്നതിന് ശേഷം അതിന്റെ ഷെയർ വാല്യൂ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. അടുത്ത ഇനി ആരായിരിക്കും എന്തോ വരുന്നത്? സ്റ്റീവ് ജോബ്സിനെ പോലത്തെ വിഷണറി ഒക്കെ ആയിരുന്നു, കൊള്ളായിരുന്നു. പക്ഷെ അതിനി വരാൻ സംശയമുണ്ടോ? അതേപോലെ ഞാൻ ഒരാളെ കാണുന്നുണ്ട് ഈ ആപ്പിളിൽ എന്ന് പറയുമ്പം. സ്റ്റീവ് ജോബ്സിന്റെ ഒരു വിഷനിലെങ്കിലും ആപ്പിൾ എന്ന് പറഞ്ഞാൽ മരിക്കും. ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് എയർപോഡ്, അപ്പുറത്ത് ടാഗ്, ഫോണ്. ഇനി എന്ത് ആപ്പിൾ ഒരു അണ്ടർവെയർ ഇറക്കിയാലോ വാങ്ങി. പിന്നെ എക്കോസിസ്റ്റം മാത്രമല്ല, എന്താ പറയാ, ചില ബ്രാൻഡുകളുണ്ടല്ലോ. ഒരു ബ്രാൻഡ്, നിന്റെ ബ്രാൻഡ് അറിഞ്ഞത് നോക്കി വെച്ചിരുന്നതാണ്. ഇവൻ നൈക്കി ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? നൈക്കി ഭയങ്കര കിടിലാണ് അവരെ വിഷനും അവരുടെ മോഡലും ഇതൊക്കെ. അപ്പം ഞാൻ നാളെ ഒരെണ്ണം വായിച്ചൊരു ഒളിമ്പിക്സിൽ, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി, എനിക്കറിയായിരുന്നു, ഞാൻ പറഞ്ഞത്. അവരൊരു 9 എത്രയോ ഒളിമ്പിക്സ് മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസൈൻ ബോൾട്ടിനെ പോലെ അത്രയും കിടിലം ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി എന്താണ് ഇത് റണ്ണറാണ്, അത്ലറ്റ്. അപ്പോഴത്തേക്കും അവർ നൈക്കാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ മെറ്റേണിറ്റി പോയപ്പോഴത്തേക്കും ഇവർ 70-80% പേ കട്ട് ചെയ്തു മെറ്റേണിറ്റിക്ക് പോയപ്പോൾ. അപ്പോൾ ഇവരത് റേസ് ചെയ്തപ്പോഴത്തേക്കും ഇവർ നൈക്കിയുടെ ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നോ യുവർ പ്ലേസ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അതായത് നിങ്ങൾ ഓടേണ്ട ആരാണ്, നിങ്ങൾ ഇത് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നെന്തോ പറഞ്ഞു. എങ്ങനെ പോകേണ്ട ആവശ്യമില്ല? മെറ്റേണിറ്റി അവർ ഓടേണ്ട സമയമില്ലേ അവർ. അപ്പോൾ ആ സമയത്ത് ക്യാരിങ് ആവേണ്ട, അങ്ങനെ ആയിരിക്കാം മേ ബി. അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അവരെ കൊണ്ട് സാധാരണ ഈ നോ യുവർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശിക്കുന്നത് എന്തോന്ന്, നിങ്ങളാരാണ് നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മളിപ്പം ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ബോസ് ചെയ്യാൻ അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ വരുമ്പോഴാണ് നമ്മളത് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞു അവരുടെ അടുത്ത്. അടങ്ങ് എന്ന് പറയില്ല, അതേപോലെ. എന്നിട്ട് ഇവർക്ക് ഹേർട്ടായി. എന്നിട്ട് ഇവർ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങി, നോ യുവർ പ്ലേസ് എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം തുടങ്ങിയിട്ട് അത് ഭയങ്കര ഹിറ്റാണ്. നൈക്കിക്കെതിരെ ഭയങ്കരമായിട്ട് ബാക്ക്ലാഷ് ചെയ്തൊരു സംഭവമാണ്. ഏത് ബ്രാൻഡാണ്? നോ യുവർ പ്ലേസ്. അങ്ങനെ അവര് തന്നെ തുടങ്ങിയ ഒരു ഇതാണ്. എന്നിട്ട് നൈക്കിയുടെ എംപ്ലോയീസ് ആണ് അതിലെ ഡിസൈനേഴ്സ് ആണ് അതിൽ വന്നത്. ആലിസൺ ഫെലിക്സ്, അതാണ് പുള്ളിക്കാരുടെ പേര്. ഐ വാസ് ടോൾഡ് ടു നോ മൈ പ്ലേസ്. നോ മൈ പ്ലേസ് ആണ് അവരുടെ ബ്രാൻഡ് അല്ലേ? അല്ല, ബ്രാൻഡിനൊരു പേരുണ്ട്. എന്നിട്ട് അതിന്റെ ടാഗ് ലൈൻ ആണ് നോ യുവർ പ്ലേസ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും നൈക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അവിടെ ബിൽ ബവർമെൻ്റെ ആ ഒരു ലൈഫ് വന്നേക്കുന്ന ഒരു സ്റ്റോറിയാണ്. ബിൽ ബവർമെൻ നൈക്കിയുടെ ഫൗണ്ടറാണ്. പുള്ളിയുടെ പാഷനെ ചേസ് ചെയ്തപ്പോഴാണ് ഒരിക്കലും നൈക്കി എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞല്ല പുള്ളിക്കാരൻ തുടങ്ങിയത്. പുള്ളിക്കാരൻ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ട്, പുള്ളിക്കാരൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പാഷൻ ഈ റണ്ണിങ്, അത്ലറ്റിക്സ് ആണ്. പുള്ളിക്കാരനൊരു അത്ലറ്റിക്സ് കോച്ച് ആവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് പിന്നീട് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നൊരു ജോലി കളഞ്ഞ് നേരെ ഒരു ഹൈസ്കൂൾ കോച്ചായി. അവിടെ നല്ല പെർഫോമൻസ് ആയിട്ട് ഒരു കോളേജ് കോച്ചായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അമേരിക്കയുടെ ഒളിമ്പിക്സ് കോച്ചായി. ഒളിമ്പിക്സ് കോച്ച് ആയതിനു ശേഷം ഇവർ ഈ അത്ലറ്റ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ള റിസർച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇട്ടിരുന്ന ഷൂ ഉണ്ടല്ലോ, ഷൂവിന് ഇത്ര വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ സ്പീഡിന് ഓടാന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു ഷൂ മാനുഫാക്ചറെ കണ്ടിട്ട് പുള്ളിക്കാരൻ തുടങ്ങിയ ഒരു ബ്രാൻഡാണ് നൈക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ റണ്ണിങ്ങിനുള്ള പാഷൻ കാരണം പുള്ളിക്കാരൻ ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പേരായിരുന്നു ജോഗിങ്. അങ്ങനെയാണ് ജോഗിങ് എന്നുള്ളൊരു വാക്ക് തന്നെ വന്നത്. പുള്ളിക്കാരൻ്റെ ബുക്കിൻ്റെ പേരായിരുന്നു ജോഗിങ്. അങ്ങനെയാണ് ജോഗിങ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം അന്ന് യൂറോപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ അമേരിക്കയിലോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതിനകത്തോട്ട് ത്വര കാരണം പുള്ളിക്കാരൻ എന്തെന്നറിയാമോ, ഈ സ്പോർട്സ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കപ്പെടണമെന്നും പറഞ്ഞിട്ട് ഒരു TV ചാനൽ തുടങ്ങി. ആ TV ചാനലാണ് ESPN. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതാണ് നൈക്കിയിൽ എന്നുള്ളൊരു ബ്രാൻഡ്. അതെ, അത് പുള്ളി മാത്രമല്ലല്ലോ, കുറേ അവരുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ, കുറേ ആൾക്കാർ വരുമല്ലോ കമ്മിയിൽ. അപ്പോഴത്തേക്ക് ഇത് ഡൈവേഴ്സിഫൈ ആകുമ്പോഴത്തേക്കും. പക്ഷെ ആ പുള്ളിയുടെ ആ ഒരു ചെറിയൊരു ആ ഒരു എന്താ ഒരു കോച്ച് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് ആ പാഷൻ കാരണം വന്നൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ നൈക്കി എന്നുള്ള ബ്രാൻഡിനോട് എനിക്ക് അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ്. ESPN അതൊക്കെ പുതിയൊരു അറിവാണ്. ഇവരുടെ ബ്രാൻഡ് ഒരു സൈഷ്. ഇവർ ഇത് വെച്ചിട്ടാണ് ഇത്തവണ ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ സെയിം ഷൂസ് ഇട്ട്, അവരുടെ ഷൂസ് ഇട്ട്. അവരുടെ പക്ഷേ ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻസ് ഒരു ഹേർട്ടായപ്പോഴത്തേക്കേ എന്നിട്ട് അവർ സ്വന്തം ഷൂസ് വെച്ചിട്ട് ഓടി. അമ്മ അതിന് ശേഷമാണ് വീണ്ടും ഗോൾഡൊക്കെ അടിച്ച് ഭയങ്കര ഇതായിട്ട് തോന്നി. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ
പട്ടിക്കുട്ടിയുടെ കാര്യം. അമ്മയും പട്ടിക്കുട്ടി അതെന്ത് ബന്ധമാണ്? അല്ല, മറ്റേ പട്ടിക്കുട്ടി. ഇപ്പൊ ഈ ഇടയ്ക്കാൻ കണ്ട നടന്നതാണ്. ഈ ഒരു 2 വീട്ടമ്മമാര് ഒരു പട്ടീനെയും അതിന്റെ 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 7 കുഞ്ഞുങ്ങളെയും കൂടെ കത്തിച്ചു. ഓ, അവരുടെ വീട്ടിലെ അവരുടെ വീട്ടിലെ എന്താ എനിക്ക് അറിഞ്ഞൂടാ. അവര് കത്തിച്ചിട്ട് തള്ളപ്പെട്ടി മാത്രം ഓടി രക്ഷപ്പെട്ടു. ബാക്കി 7 മരിച്ചു. ഈ കത്തിച്ചളയെന്നൊക്കെ പറയുന്നത് അത് എന്ത് ക്രൂരതയല്ലേ? ഭയങ്കര എമ്പത്തി ഇല്ല, ഒരല്പം പോലും എമ്പത്തി ഇല്ല. എങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റണമെന്നാണ്. അതും കൊച്ചു കുട്ടികൾ. അറ്റ്ലീസ്റ്റ് വേറെ എവിടെയെങ്കിലും പറക്കിക്കൊണ്ട് കളഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഇത് അവർക്ക് അത്ര ഇതാണെങ്കിൽ മാറ്റിക്കളയുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ വന്ന് എടുത്തുകൊണ്ടൊക്കെ പോകുമല്ലോ. മറ്റേ അങ്ങനെ കുറെ സംഘടന ഉണ്ടല്ലോ, അവർ കൊണ്ട് പൊക്കിയോളൂ. അല്ലാതെ എന്തിനാ അന്ന് ഇവിടെ വന്ന് പാർവതി ഇതെങ്ങാനും അറിയണമെങ്കിൽ അറിഞ്ഞു പാർവതി എങ്ങാനും ഉണ്ടായിരുന്നു അവർ അടിച്ചു പോകുന്നല്ലോ. കത്തിക്കാൻ ചെന്ന് കാണില്ല. ഭയങ്കര ക്രൂരത. അന്ന് ഞാനൊരു പട്ടിക്കുട്ടി വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം തോന്നി. ഈ മരിക്കാൻ, ഈ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മരിക്കുന്ന ഇതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്തുകളിലൊന്നാണ് ഈ കത്തിച്ച് തരുന്നത്. കാരണം എന്താണെന്ന് അറിയാം, അവിടെ ബോഡി ഫുള്ള് ഒഴിച്ചിട്ടല്ലേ കത്തിക്കുന്നത്. നമ്മുടെ ഓരോ നെർവ് എൻഡിങ്സിലും അത് ഫീൽ ആവും, പെയിൻ വരും. ഒരുപാട് കഴിഞ്ഞിട്ടല്ലേ മരിക്കും. അതെ, എന്നിട്ട് ഈ കത്തിക്കുന്നവർ മരിക്കുന്നുണ്ടല്ലോടാ, ഈ ബേൺ കാരണമായിരിക്കില്ല കൂടുതൽ സമയം. അല്ല, ആ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കിട്ടാതെ ലങ്സിൽ കാർബൺ കയറിയിട്ടാണ് മരിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടോണ്ട് ഈ സ്കിന്ന് പോവുമല്ലോ, അപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഇൻഫെക്ഷൻ വരും. പിന്നെ അത് ഇൻഫെക്ഷൻ പൊള്ളൽ മാറ്റി രക്ഷപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവർക്കാണ് ഇൻഫെക്ഷൻ വരുന്നത്. അത് ഞാൻ ഗുഡ് ഡോക്ടർ രക്ഷപ്പെട്ടു പോയാൽ തീർന്നു. ഇല്ലടാ, മറ്റേ ഗുഡ് ഡോക്ടർ സിനിമയിൽ ഞാൻ കണ്ടേ. ഒരു സാർഡീൻ സ്കിന്ന് വെക്കുന്നതാണോ? അല്ല, സാർഡീനിന്റെ അല്ലടാ, തിലോപ്പിയുടെ സ്കിന്ന് വെച്ചിട്ട് ഒരു ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ അവരൊരു ഇതിന്റെ മീനിന്റെ സ്കിന്ന് വെച്ചിട്ട് എന്തോ ട്രീറ്റ്മെന്റ് ഉണ്ട്. തിലാപ്പിയുടെ സ്കിന്ന് അതെ നീ പറഞ്ഞ അത് അവർ ചെയ്തിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ എവിടെയാണോ ഇവിടെയാണ് പൊട്ടിയത്, അപ്പം അവിടെ വെച്ചിട്ട്. അതുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പക്ഷെ അത് അപ്പൊ തന്നെ വേണം, സ്പോട്ട് ട്രീറ്റ്മെന്റ് വേണം. ഇവിടെയൊക്കെ പൊള്ളലിന്റെ സംഭവമില്ല. ഞാനൊരു പണ്ടൊരു സംഭവം നടന്നതാണ് ജപ്പാനില്. അവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തോ ഒരു പ്രശ്നം വന്ന് അവിടുത്തെ 3 എംപ്ലോയീസ് വന്ന് പ്രശ്നമായി. ഒരാള് മാത്രം പക്ഷെ ഫുള്ള് ബോഡി ഫുള്ള് ബേണായി. ആ ബോഡി അന്ന് ഇവിടുത്തെ ജാപ്പനീസ് ഡോക്ടേഴ്സ് അവർക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ അറ്റോമിക് ആ റിയാക്ഷൻ കാരണം ഇത് റീജനറേറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കിന്ന് റീജനറേറ്റ് അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ അത് ഭയങ്കര ഹൊറിഫിക് ആയിട്ടാണ് അയാൾ മരിച്ചുകൊണ്ടിരുന്നത്. അവസാനം മറ്റേ മസിലൊക്കെ വരെ കണ്ട്. അപ്പോൾ ഈ എവിടുത്തെ ഡോക്ടേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്, ഇത് ഇയാളെ സർവൈവ് ചെയ്ത അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ദിവസങ്ങളോളം മരിക്കാതെ വെച്ചിരുന്നു. അയാൾ ലാസ്റ്റ് കരഞ്ഞു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നതാന്ന് പറഞ്ഞു. അവർ ചെയ്തില്ല. അവർ ഇതൊരു അച്ചീവ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മെഡിക്കൽ മിറാക്കിൾ ആക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ കുറേ നാൾ പിടിച്ച്. അത് ഒരു നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഈ ജപ്പാനിലെ ന്യൂക്ലിയർ റിയാക്ഷൻ കാരണം മരിച്ചു. ആലോചിച്ച് നോക്കണം, ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാളെ. ഈ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കണക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ചെന്ന് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ സൂപ്പർ പവർ കിട്ടൂല, മൂഞ്ചി തെറ്റും. എക്സ്മെനിൽ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, പക്ഷെ അല്ല കിട്ടൂല. ഒരു സിനിമയുണ്ട്, വാച്ച്മെൻ, അതിനകത്ത് മറ്റേ ഏറ്റവും സൂപ്പർ പവർ ഉള്ള എടുത്തോണ്ടല്ലോ, ലൈറ്റ് ആണ് കത്തിക്കൊണ്ടിരിക്കണത്, ബ്ലൂ അല്ലേ, ബ്ലൂ കളറില് ആ പുള്ളിയുടെ ഡോക്ടർ മാൻഹാറ്റൻ. അത് തന്നെ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു റിയാക്ടറോ എന്തോ സംഭവത്തിനകത്ത് കയറി പുള്ളിക്കാരൻ കംപ്ലീറ്റ് ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോയി. അത് കഴിഞ്ഞൊരു പുള്ളി തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സൂപ്പർ ഹീറോ ആയിട്ടാണ്. പുള്ളിക്ക് സൂര്യന്റെ മുകളിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്യാം. സൂപ്പർ സാധനമാണ് വാച്ച്മാൻ. എനിക്കറിയാം, മറ്റേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അതല്ലേ ഒരു ഒരാളാണ്, അതിനകത്ത് ഒരാളാണ്. പണ്ട് കണ്ടോളാം. നല്ല സിനിമയാണ് അത്. പക്ഷെ അത്ര സക്സസ്ഫുൾ ആയില്ലെന്ന് തോന്നുന്നു. പക്ഷെ ക്ലാസിക് സാധനം, ഭയങ്കര എന്റർടൈനർ. അങ്ങനെ എന്റർടൈനർ കുറച്ച് ഡാർക്ക് ആണ്, എന്നാലും നല്ലതാണ്. എന്തായാലും അളിയ ഇന്നൊരു വ്യത്യസ്തമായ പോഡ്കാസ്റ്റ്. അപ്പോൾ എന്തായാലും ഗൈസ് ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, SV എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി BEd അല്ലെങ്കിൽ MEd ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ ഗൈഡൻസിന് അവരെ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, ഞാൻ വിനു, ഞാൻ അഖിൽദാസ്, ഞാൻ ശ്രീകാന്ത്, ക്യാമറയുടെ പുറകിൽ ഉല്ലാസ്. And we are signing out.